9-ാമത്തെ വാക്യമാണല്ലോ. വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വം. വായിച്ചാട്ടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. മുന്നേയിലും വന്നീ മുന്നേയിലും വന്നീ എന്നും മാറാതിരുന്ന വന്നീ മുന്നേയിലും വന്നീ എന്നും മാറാതിരുന്ന നീ. വന്നേ എന്നും മാറാതിരുന്നവൻ നീ. മുന്നേയിരുന്നവൻ നീ എന്നും മാറാതിരുന്നവൻ നീ. വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്നിതവല്ലവനേ. വന്നവൻ നീയേ വരാനു അവൻ നീയേ വന്നിത വല്ലവനേ. ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഞാന് സാധാരണ പഴയ പാട്ടുകളാ പാടുന്നത്. അത് പാടുന്നതൊന്നും അവകാശപ്പെടുന്നില്ല. അപ്പോൾ അതിന് വായിക്കാനും ആ താളത്തിന് നിൽക്കാൻ ഇവര് വേണം. അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുവന്നത്. റജി പാസ്റ്റർ അനുവദിച്ചു. ചിലയിടങ്ങളിൽ അവർ വരാറില്ല, കൊണ്ടുപോകാറില്ല. അതിന് പല കാരണമുണ്ട്. അതെല്ലാം പൊതുവെ പറയാനും ഒക്കത്തില്ല. എന്നാൽ അവർ വരുന്നത് ശുശ്രൂഷയ്ക്ക് ഒരു സഹായവും സന്തോഷവും ഒരു അനുഗ്രഹവുമാണ്. ദൈവം അനുവദിച്ചാൽ നാളെയും അവർ കാണും. അപ്പം ഞാൻ ഇവരെ വിളിക്കാനുള്ളതിൻ്റെ കാരണം വേറൊരു വിഷയം സംസാരിക്കണം. അപ്പം അതിനകത്ത് കൂടുതൽ പാട്ടുമൊക്കെ ഉണ്ട്. അപ്പം ഇവരുണ്ടെങ്കിലേ ഒക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. എന്നിട്ടും ഇത്രയും പേര് വന്നല്ലോ. അത് വളരെ സന്തോഷം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് രാത്രി അധികം പാട്ട് പാടുന്നില്ല. ദൈവോചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പൊ ചിലക്ക് ചിന്ത നാളെ അന്നേരം വചനമില്ല, പാട്ടാണോ എന്നാ. അല്ല, വചനവും പാട്ടും കൂടെ ഉണ്ട്. ഇന്ന് രാത്രി വായിച്ച തിരുവെടുത്ത് 78-ാം സങ്കീർത്തനം 9-ാം വാക്യമാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിക്കും.
ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. എനിക്ക് ഒത്തിരി മുഴക്കമായിട്ട് തോന്നുന്നത് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണോ? അതുകൊണ്ടാണോ? അവിടെ നിന്നപ്പോഴും അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇച്ചിരി കുറച്ചങ്ങ് വെച്ചാൽ മതിയായിരിക്കും അല്ലയോ? നിങ്ങൾക്ക് പുറകെ ഇരിക്കുന്നവർക്ക് കേൾക്കാമോ? മുഴക്കം അതാ, എനിക്കും അങ്ങനെ തോന്നുന്നു. തിരിയുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ആയുധം ധരിച്ച വില്ലാളികളായി എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. 78-ാം സങ്കീർത്തനം 9-ാമത്തെ തിരുവെടുത്ത. എപ്പോഴും ഞാൻ പറയും, വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 150 സങ്കീർത്തനം അത് സന്ദർഭോചിതമായിട്ട് പാടുകയും ധ്യാനിക്കുകയും അത് സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ്, ആയുധം ധരിച്ച വില്ലാളികളായി എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഇന്ന് രാത്രി ആരും പിന്തിരിഞ്ഞു പോകരുത്. വിട്ടു പോന്നതിനെ ഓർത്ത് വ്യാകുലപ്പെടരുത്. വിട്ടതിനേക്കാളും ശ്രേഷ്ഠമായ സ്ഥലത്താ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എന്നാൽ ഇവിടെ കാണുന്നത്, ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. എന്താ ഇവര് പിന്തിരിയാൻ കാരണം? എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാവുന്നിടത്തോളം ചിന്തിക്കാം. ഇവിടെ ഈ 9-ാം വാക്യത്തിൽ എഫ്രയീം ഗോത്രത്തെ പറ്റിയാണ് സങ്കീർത്തനക്കാരൻ എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. എഫ്രയീം ഗോത്രം. ഇവിടെ ഇരിക്കുന്ന സിംഹഭാഗം ആൾക്കാർ വേദപുസ്തകം പഠിച്ചവരാ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, എഫ്രയീം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് എഫ്രയീം. ആരാണ് ഈ എഫ്രയീം? എഫ്രയീം ആരാ? നിങ്ങൾക്കറിയാം ആരാ എഫ്രയീം? ആരേലും ആട്ടെ, സമയത്ത് യോഗം നിർത്തണം, അത്ര തന്നെ. ആരാണ് എഫ്രയീം? അപ്പോൾ എഫ്രയീം ആരാന്ന് ചോദിച്ചാൽ ഒരു ഗോത്രമായി എഫ്രയീം ഗോത്രം. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ 12 ഗോത്രങ്ങളാണ് പ്രധാനം. ആരൊക്കെ? 12 ഗോത്രം. നോടറി പറഞ്ഞു. യോ, നോക്കാതെ പറയാമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നോക്കി പറഞ്ഞിട്ട് ഒക്കുന്നില്ല അല്ലേ? രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ളതായ 12 ഗോത്രങ്ങള്. ഉൽപ്പത്തി 49-ന്റെ 2-3 വായിച്ചാട്ടെ. യാക്കോബിന്റെ പുത്രന്മാരെ, കൂടി വന്ന് കേൾപ്പിൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ. രൂബേൻ 5-ാം വാക്യം. ശിമയോനും ലേവിയും സഹോദരന്മാർ. 8-ാം വാക്യം. യഹൂദ 13. സെബൂലൻ 14. ഇസാഖാർ 16. ദാൻ 17. ദാൻ വഴിയിൽ ഒരു പാമ്പ്, 17. ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. 18. യഹോവ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. 19. ഗാദോ. ഇനി 20. അശേരോ. 21. നഫ്താലി. 22. യോസേഫ് ഫലപ്രദമായ വൃക്ഷം. 27. ബെന്യാമിൻ മതി.
അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 12 ഗോത്രങ്ങൾ. എന്നാൽ ഈ ഗോത്രങ്ങൾ 12 നമുക്കറിയാം യാക്കോബിന്റെ മക്കളാണ്. യാക്കോബിന് 4 സ്ത്രീകളെ കൂടി ജനിച്ച പുത്രന്മാരാണ് 12 ഗോത്രപിതാക്കന്മാർ. എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ എബ്രയീം യാക്കോബിന്റെ പുത്രനല്ല, പിന്നെയോ യോസഫിന്റെ പുത്രനാ. യോസേഫിന് എവിടെ വെച്ച് ജനിച്ച മകനാ? മിസ്രൈമിൽ വെച്ച. എപ്പോൾ ജനിച്ചു? എപ്പോഴെല്ലാം ജനിക്കട്ടെ, നമുക്ക് എന്നാ. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 50-51. എന്റെ സകല കഷ്ടതയും ക്ഷാമകാലം വരുന്നതിന് മുമ്പ്, അങ്ങനെ ചേർത്ത് വായിര്. എന്റെ സകല കഷ്ടതയും ക്ഷാമകാലം വരുന്നതിന് മുമ്പ്. വായിച്ചു. 41-ന്റെ 50-51. ക്ഷാമകാലം വരും മുൻപേ. വായിക്കുക. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കമാറാക്കിയെന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനേഷെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. മതി. അപ്പോൾ യോസേഫിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2ാമത്തെ പുത്രനാണ് എബ്രയീം. മൂത്തവന്റെ പേര് മനേഷ്. ആ പദമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്ഷാമകാലം വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ഓർക്കുക, മുന്നിൽ വന്നിരിക്കുകയും വായിക്കുകയും ചെയ്തു. വെട്ടിനകത്ത് വീണല്ലോ, എന്തോ ചെയ്യും? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വായിക്കുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷാമകാലം വരുന്നതിന് മുമ്പ്. അപ്പൊ ഏത് കാലം? സമൃദ്ധിയുടെ കാലം. ക്ഷാമകാലം എത്ര വർഷമാണ്? ക്ഷാമകാലം ക്ഷാമകാലം എത്ര വർഷം? ക്ഷേമകാലം എത്ര വർഷം? ഏഴ് മെലിഞ്ഞ പശുവും 7 പുഷ്ടിയുള്ള പശു, 7 കതിരും 7 പതിരും. അപ്പം 7 7 വർഷം ക്ഷാമകാലം, 7 വർഷം ക്ഷേമകാലം. അല്ലെങ്കിൽ 7 വർഷം ദാരിദ്ര്യം, 7 വർഷം സുഭിക്ഷം. അപ്പോൾ ക്ഷാമകാലം വരുന്നതിന് മുമ്പ് സുഭിക്ഷതയുടെ വർഷത്തിൽ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവിടെ വായിക്കുന്നത്, അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനേഷെ എന്ന് പേരിട്ടു. ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, മനേഷെ എന്ന വാക്കിന്റെ ഒരർത്ഥം മറക്കുക. മനേഷെ ജനിച്ചപ്പോൾ യോസേഫ് ധാരാളം കാര്യം മറന്നു. ഇതിനകത്ത് ദൈവമക്കൾക്ക് തരാനുള്ള ഒരു ആത്മീക പാഠം, ദൈവമക്കൾ ചില കാര്യങ്ങളൊക്കെ മറക്കണം. യോസേഫിന്റെ ജീവിതം പഠിച്ചാൽ മറക്കാൻ പറ്റാത്ത ധാരാളം സംഭവങ്ങളുണ്ട്. ജ്യേഷ്ഠന്മാർ തന്നെ ദ്വേഷിച്ചത്, ജ്യേഷ്ഠന്മാർ പകച്ചത്, അവര് കൂട്ടം കൂടി ആക്ഷേപിച്ചത്, ഒറ്റപ്പെടുത്തിയത്, പൊട്ടക്കടഞ്ചിയിലിട്ടത്, അവിടുന്ന് വലിച്ച് കരയ്ക്ക് കയറ്റിയത്, വെള്ളിക്കാശിന് വിറ്റത്, യോസേഫിന്റെ വസ്ത്രം ഊരിയെടുത്തത്, അതിനകത്ത് ചോര പുരട്ടിയത്, അപ്പനെടുക്ക കൊണ്ട് കാണിച്ചത്, വീട്ടിൽ വെച്ചും യോസേഫിനോട് അവര് സമാധാനത്തോടെ സംസാരിച്ചില്ല. ഇങ്ങനെ ഈ സഹോദരന്മാരൊക്കെ യോസേഫിനെ ധാരാളം ഉപദ്രവിച്ചവരും വേദനിപ്പിച്ചവരും അസ്വസ്ഥതപ്പെടുത്തിയവരുമുണ്ട്. എന്നാൽ ഈ മനേഷ ഉണ്ടായി കഴിഞ്ഞപ്പോൾ യോസേഫ് ഇതെല്ലാം മറന്നു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പാനുള്ളത്, ദൈവമക്കൾ ചില കാര്യമെല്ലാം മറക്കണം.
ഈ ഹൃദയത്തിനകത്ത് പക വെച്ചോണ്ടിരിക്കരുത്, ഹൃദയത്തിനകത്ത് വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്, ഹൃദയത്തിനകത്ത് മറ്റ് ദുശ്ചിന്ത വെച്ചോണ്ടിരിക്കരുത്. ഇതെല്ലാം വിട്ടുകളയണം, ഇതെല്ലാം മറക്കണം. നിങ്ങളെ ഉപദ്രവിച്ചവര് കാണും, വേദനിപ്പിച്ചവര് കാണും, ആക്ഷേപിച്ചവര് കാണും, പഠിച്ചവര് കാണും. പക്ഷെ അതൊന്നും അകത്ത് വെച്ചുകൊണ്ടിരിക്കരുത്, അതെല്ലാം മറന്നു കളയണം. നമുക്ക് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവാണ്. ദൈവത്തിന് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച പരമവിശുദ്ധന ക്രിസ്തു. ആ ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരോടും മാതാക്കളോടും സഹോദരന്മാരോടും ഒക്കെ പറയാം, നിങ്ങളെ വേദനിപ്പിച്ചവരെ, ഉപദ്രവിച്ചവരെ, പഠിച്ചവർ, നിന്ദിച്ചവര് കാണും. ആ പകയൊന്നും വെച്ചോണ്ട് അകത്തിരിക്കരുത്, അതെല്ലാം വിട്ടുകളയണം, എല്ലാം മറന്നു കളയണം. യോസേഫ് അതുകൊണ്ട് പറയുകയാ, എന്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. കഷ്ടതയെല്ലാം മറന്നു. പിതൃഭവനം എന്ന് പറഞ്ഞാൽ ഈ സഹോദരന്മാർ ഉപദ്രവിച്ച വിഷയങ്ങളാ, ഇതെല്ലാം യോസേഫ് മറന്നു. ഇതിനകത്തെ ആത്മീക പാഠം, ഒരു വ്യക്തി പുതുതായിട്ട് നമ്മുടെ കൂടെ ആരാധനയ്ക്ക് വരുമ്പോൾ, വീണ്ടും ജനനം പ്രാപിച്ചു വരുമ്പോൾ, പഴയ വിശ്വാസികൾ പഴയ വിഷയം ഒന്നെടുത്തിട്ട് സഭാഗത്തിന് അമ്മാനമാണരുത്. ഈ ചില സഭകളില്, ഇവിടുത്തെ എനിക്കറിയത്തില്ല, ചില സഭകളിൽ ചില വിദ്വാൻമാരുണ്ട്. പുതുതായിട്ട് ഒരു കുടുംബം വരുകോ, പുതുതായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ ചിലര് ആ പഴയ വിഴുപ്പെടുത്ത് അലക്കും ഞായറാഴ്ച. അങ്ങനെയുള്ളവർക്ക് ചിലരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പുതുതായിട്ട് വരുന്നവരിത് കേട്ട് മനസ്സിലാക്കിയാൽ ബുദ്ധിമുട്ടാണ്. ദൈവമക്കൾ ഇതെല്ലാം മറക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മറക്കണം, അത് ആവർത്തിക്കരുത്, പിന്നെ അത് ചർച്ച ചെയ്യരുത്. ഈ പെന്തിക്കോസുകാർക്ക് സിംഹഭാഗം ആൾക്കാർക്കും ഒരു കുഴപ്പം, ഒത്തിരി കുഴപ്പമുണ്ട്. ഒരു കുഴപ്പം, ഇവിടുത്തെ രീതി അറിയത്തില്ല. പണ്ടൊക്കെ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നതിന് മുന്നേ പണ്ട് ഉപദേശിമാര് പറയും, എല്ലാവരും എഴുന്നേറ്റ് ഒരു വാക്കിലൊന്ന് സമർപ്പിക്കണം. ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പൊരുത്തക്കേടോ പോരായ്മകളോ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് രമ്യതപ്പെട്ട് നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്തേച്ച് വേണം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. പണ്ടൊക്കെ അങ്ങനെ ചെയ്യും, നല്ലതാ. പക്ഷെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പലരും എഴുന്നേറ്റ് പറയും, എനിക്ക് ആരോടൊന്നുമില്ല, എന്നോട് എന്തേലും ഉണ്ട്, ക്ഷമിക്കണം. തിരുമേശയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടുണ്ട്. പക്ഷേ ആ 3 ദിവസം മാത്രമേ ഇവര് ക്ഷമിച്ചിരിക്കുകയുള്ളൂ. 4-ാം ദിവസം തിങ്കളാഴ്ച പിന്നെ ഈ വിഷയം ഇവര് ചർച്ച ചെയ്യും. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. എന്നിട്ട് പറയും, 3 ദിവസം പ്രാർത്ഥന ആയതുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇരുന്നതാ. തിങ്കളാഴ്ച ഇവർക്ക് വേണ്ടപ്പെട്ട ആള് വരുമ്പോ തിങ്കളാഴ്ച വീണ്ടും ഈ വിഷയം ഇവര് ചർച്ച ചെയ്യും. അപ്പൊ ഇത് ശരിയായ സമർപ്പണമല്ല. ഒരു വിഷയം വിട്ടുകളഞ്ഞാൽ അത് അന്നേരം മറന്നേക്കണം, പിന്നെ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത്. ഇതാ വേദപുസ്തകത്തിന്റെ പ്രമാണം. യോസേഫിന് മനുഷ്യ ജനിച്ചപ്പോൾ യോസേഫ് പറയാ, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനവും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന്റെ മനേഷ എന്ന് പേരിട്ടു. മനേഷ എന്ന വാക്കിന്റെ അർത്ഥം മറക്കുക. അടുത്തത്, സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞവന് രണ്ടാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. എബ്രയീം എന്ന വാക്കിന്റെ അർത്ഥം വർധനവ്. ഇതിനകത്തൊരു ആത്മീക പാഠം, ദൈവമക്കളാകുന്ന നാം ചില കാര്യങ്ങൾ മറന്നാൽ, വിട്ടുകളഞ്ഞാൽ, ഉപേക്ഷിച്ചാൽ, അത് പൂർണ്ണമായിട്ട് മാറ്റിയാൽ ദൈവം നമുക്ക് വർധനവ് തരും. സഭ വളരണമെങ്കിൽ, ആത്മാക്കൾ വരണമെങ്കിൽ, കുടുംബങ്ങൾ വരണമെങ്കിൽ, വളരണമെങ്കിൽ, നാം ആത്മീകമായിട്ട് വളരണമെങ്കിൽ ചില കാര്യങ്ങളെല്ലാം നമ്മൾ മറക്കണം.
ഇന്ന് രാത്രി എല്ലാവരോടും കൂടെ പ്രസംഗിക്കുന്ന എന്നോടും കൂടെ പക വെച്ചോണ്ടിരിക്കരുത്, വിദ്വേഷം വെച്ചോണ്ടിരിക്കരുത്, വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്, ദൂഷിപ്പ് വെച്ചോണ്ടിരിക്കരുത്. അവൻ ഹൃദയം എല്ലാത്തിനേക്കാളും കപടമാ. അത് ആരാഞ്ഞറിയുന്നവൻ സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ട് ഇന്ന് ആസാബ് പറഞ്ഞതുപോലെ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. നിശ്ചയം ഹൃദയത്തിന്റെ വിശുദ്ധിയും നിർമ്മലതയും ആ ദൈവം നോക്കുന്നത്. യേശു പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നേ. നിങ്ങൾക്ക് പുറകിലിരിക്കുന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആകുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നല്ല, വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? വെറുതെ കുറച്ച് ശബ്ദമാണോ കേൾക്കുന്നേ? അങ്ങനെ അല്ലേ? ഒന്നും മിണ്ടുന്നില്ല. മോനെ, ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ക്ലിയറാ? ഇപ്പൊ ഞാൻ എന്തുവാ പറഞ്ഞു നിർത്തിയേ? പറഞ്ഞ് എന്തുവാ മോനെ ഞാൻ പറഞ്ഞു നിർത്തിയേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ കേൾക്കുന്നേ? എന്തുവാ ഞാൻ മുമ്പേ പറഞ്ഞു നിർത്തിയേ? ആ സഹോദരി പറയുന്ന ഒന്നും ക്ലിയർ ആകുന്നില്ലെന്ന്. ക്ലിയർ ആണോ? മൂത്ത മകന്റെ പേര് മനേശെ, ഇളയ മകന്റെ പേര് എബ്രയീം. മൂത്തവന്റെ പേര് മനേശെ, വാക്കിന്റെ അർത്ഥം മറക്കുക. മൂത്ത മകൻ ജനിച്ചപ്പോൾ യോസേപ്പ് പല കാര്യം മറന്നു. എന്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേപ്പ് തന്റെ ആദ്യജാതന് മനേശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ ദൈവമക്കളാകുന്ന നാം ചില കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മറന്നാൽ ദൈവം നമുക്ക് വർധനവ് തരും. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും. അപ്പൊ രണ്ട് മക്കൾ, രണ്ടാമത്തവൻ മനേശ്, എബ്രയീം. എബ്രയീം എന്ന വാക്കിന്റെ ഒരർത്ഥം വർധനവ്. ഇനി എബ്രയീമിനെ പറ്റി പഠിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എബ്രയീം മുടന്തനായിരുന്നെന്ന. എബ്രയീമിന്റെ അമ്മ ആസനത്ത് എന്ന് പറയുന്ന സ്ത്രീയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എബ്രയീം മുടന്തനായിരുന്നെന്ന. അപ്പോൾ രണ്ടു വാക്യത്തിലാണ് മുടന്തുണ്ടെന്ന് സാധാരണ തെളിയിക്കുന്നത്. നിങ്ങളാണ്ട 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും വായിക്കണം. ഹോശയ പതിമൂന്നിന്റെ 13. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കിൽ എത്തുന്നില്ല. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ മുടന്ത് ആയിട്ട് കിടന്നുകൊണ്ട് പ്രസവ സമയത്ത് ഈ കുട്ടി അമ്മയുടെ ഗർഭദ്വാരത്തിൽ എത്തിയില്ല. അകത്ത് മുടന്തായിരുന്നു. ഇനി മുടന്നുണ്ടെന്ന് വേറൊരു വാക്യവും കൂടെ വായിക്കുമ്പോൾ അല്പവും കൂടെ തെളിവ് കിട്ടും. ആ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. എന്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കും തോറും
അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടക്കുവാൻ ശീലിപ്പിച്ചു. ഞാൻ എഫ്രൈമിനെ നടക്കാൻ ശീലിപ്പിച്ചെന്ന മുടന്തുണ്ടായിരുന്നെന്ന്. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എഫ്രൈമിന് മുടന്തുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രസവ സമയത്ത് ഈ കുട്ടി അമ്മയുടെ പ്രസവദ്വാരത്തിങ്കിൽ എത്തിയില്ല. അത് ഒന്നുകൂടെ സ്ഥിരീകരിക്കുന്ന വാക്യം 11:2. ഞാൻ എബ്രഹീമിനെ നടക്കാൻ ശീലിപ്പിച്ചു. അപ്പോൾ ജനനത്തിങ്കൽ തന്നെ മുടന്തുള്ള കുട്ടിയായിരുന്നു എബ്രഹീം. അപ്പൊ ചരിത്രം പറയുന്നത് ഈ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ സൂതികർമ്മണി പറഞ്ഞു കുട്ടിയെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, മുടന്തുണ്ട്. അപ്പൊ യോസേപ്പ് ദൈവത്തോട് അപേക്ഷിച്ച്, കർത്താവേ, മുടന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, അപാകതയുണ്ടെങ്കിലും കുഴപ്പമില്ല, നീ ഇതിനെ ആയുസോടെ തരണം. ഈ പ്രാർത്ഥന സ്വർഗം കേട്ടു. ആയുസോടെ എബ്രഹീമിനെ കിട്ടിക്കഴിഞ്ഞപ്പം ബോധ്യപ്പെട്ടു മുടന്തുണ്ടെന്ന്. അപ്പൊ ചരിത്രം ഈ കുഞ്ഞിനെ ഉയർത്തി വെച്ച് യോസേപ്പ് പറഞ്ഞു, കർത്താവേ, ഇതിന് മുടന്തുണ്ട്, അപാകതയുണ്ട്, ന്യൂനതയുണ്ട്, പോരായ്മയുണ്ട്, പക്ഷെ നീ ഇതിനെ വർദ്ധിപ്പിച്ചു തരണം. ഇന്ന് രാത്രി ഇതിനകത്തൊരു ആത്മീക പാഠം, നമുക്ക് പ്രയാസമുള്ളതെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കണം. നോക്കിയപ്പോൾ ഈ കുഞ്ഞിന് മുടന്തുണ്ട്, അപാകതയുണ്ട്, നടക്കത്തില്ലെന്നറിയാം, ഒത്തിരി പോരായ്മകളുള്ളതാണ്. പക്ഷെ യോസേപ്പ് ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഉയർത്തി വെച്ച് പറഞ്ഞു, കർത്താവേ, നീ ഇതിനെ വർദ്ധിപ്പിച്ചു തരണം. ഇന്ന് രാത്രി വളരെ മനോഭാരത്തോടെ ദുഃഖത്തോടെ പലവിധ വിഷയത്തിൽ ഞരങ്ങി വന്നിരിക്കുന്നവർ ഇതിനകത്ത് കാണും. തമ്മിലൊന്നും ആർക്കും വിഷയങ്ങൾ അറിയത്തില്ല. തന്നെയല്ല, ഇപ്പം വിഷയങ്ങളൊന്നും അങ്ങനെ പറയാനും ഒക്കത്തില്ല. പ്രാർത്ഥനക്കാരോട് പറയുന്നതാ ഇപ്പൊ പേടി. വെളിയിൽ പറഞ്ഞ അത്രയും പേടിക്കേണ്ട കാര്യവും ഇല്ല. ഇവ പ്രാർത്ഥിക്കുന്നവരോട് പറയുന്നതാ പേടി. വിശേഷിച്ച് ഞങ്ങളോട് ഉപദേശിമാരോട് അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഞാൻ എന്നെയും പ്രതിയാക്കിയ ഞങ്ങളോട് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തെല്ലാം നിങ്ങളായിരിക്കും വിഷയം. ഞാൻ കോലഞ്ചേരി ചെന്നപ്പോൾ ഒരമ്മാമ്മ എന്നോട് ചില വിഷയങ്ങൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. കഴിവിൻ്റെ പരമാവധി ഇത് പറയാതിരിക്കാവൂ. ഞങ്ങളും നിങ്ങളും എല്ലാം പറയും സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വലിയ ബുദ്ധിമുട്ടായി ഇപ്പം പറയുന്നത്. കൗൺസിലിംഗ് നടത്തുന്ന പാസ്റ്റേഴ്സും ആൾക്കാരുണ്ട്. അവര് എന്തെല്ലാം വിഷയങ്ങളാണ്. ഞാനിങ്ങനെ എന്നപ്പോൾ ഒരു വീട് ഇവര് വിശ്വസിച്ച് മനോവേദനയോടാ പറഞ്ഞത്. ഇവര് നെടുക നടന്ന് മിണ്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണ് ക്ലിയർ, പിന്നെയും ക്ലിയർ ആകുന്നില്ലേ? പൊതുവിൽ പറയേണ്ട ചില വിഷയങ്ങളുണ്ട്, അത് മാത്രമേ പറയാവൂ. നിങ്ങളുടെ വീട്ടിലെ വിഷയം, കുടുംബ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ വിഷയം, ഇതൊന്നും ഒരു കുഞ്ഞുങ്ങളോടും പറയരുത്. അയ്യോ പിന്നെങ്ങനെ മറുപടി പറഞ്ഞു തരാം. ആരുമില്ലാത്തപ്പോൾ നീ മുഴങ്കാലയിലിരിക്കണം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഒരു പ്രവാചകനോടും പറയരുത്. ഈ കൂടുതൽ ഈ പാവം പിടിച്ച സഹോദരിമാരെ ഭാഷ ഒരു വിഷയമുണ്ട്. അപ്പൊ എന്നാ ഭാഷന്മാര് ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തോ കണ്ട് ഒരു കുഞ്ഞുങ്ങളോട് പറയരുത്. കാരണം ഈ കാലത്ത് ഒറ്റയൊരുത്തനെയും വിശ്വസിക്കാൻ ഒക്കുകയല്ല. ചിലരുടെ മുഖത്തൊക്കെ ഒരു വല്ലായ്മ പോലെ. ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളുണ്ട്. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം നിങ്ങളെ കാക്കും. എന്നോട് എല്ലാവർക്കും വലിയ തൃപ്തിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഒരു കാര്യവും ഒരുത്തരോടും പറയരുത്. പ്രാർത്ഥനക്കാരൊക്കെ ഒത്തിരി ഉണ്ട്, പറഞ്ഞാട്ടെ. ഇനി എന്തെങ്കിലും വിഷയമുണ്ട്, പറഞ്ഞാട്ടെ. പൊതുവെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പൊതുവിൽ പറയേണ്ട കാര്യങ്ങൾ, വലിയ കുഴപ്പം വരാത്ത.
ഭാര്യയും ഭർത്താവുമായിട്ടുള്ളത്, മക്കളോടുള്ള ബന്ധത്തിൽ, കുടുംബ പ്രശ്നം, ഇതൊന്നും ആരോടും പറയരുത്. അയ്യോ അവരോട് പ്രാർത്ഥിച്ച അവരൊന്നും പ്രാർത്ഥിക്കത്തില്ല, അവരൊക്കെ കേട്ടൊക്കെ രസിക്കുക, ആരും പ്രാർത്ഥിക്കുകയല്ല. അവരിതെല്ലാം കേട്ട് ആസ്വദിക്കും. എന്നിട്ട് അവർ അവരുടെ വീട്ടിൽ പോയി ചർച്ച ചെയ്യും. എന്തോ ഭയങ്കര പ്രശ്നമാണെന്നോ, പിന്നെ ഭാര്യയും ഭർത്താവും കൂടി ഇതാ ചർച്ച. പൊതുവിൽ ഇത് പ്രാർത്ഥിച്ചു വീട്ടിൽ വന്ന് മിണ്ടുന്നില്ല. പാസ്റ്റർമാരുടെ വീട്ടിലുമൊക്കെ മിക്കടുത്തും ഇതാ വിശ്വാസിയുടെ വിഷയം പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്, എന്നെ നോക്കിയാൽ പോലെ. ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ നോക്കുകയല്ല. അതുകൊണ്ട് പൊതുവിൽ പറയേണ്ട ചില കാര്യമുണ്ട്, അത് മാത്രമേ പറയാവൂ. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഒരുത്തരോടും വിളമ്പരുത്. പിന്നെ ചെയ്യേണ്ടത്, ആരുമില്ലാത്ത സമയത്ത് മുഴങ്കാലുമേലിരിക്കണം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും. ദാവീദിന്റെ താക്കോ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. Praise the Lord. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. പിണങ്ങാനൊന്നും പറഞ്ഞതല്ല, ഒരുത്തരെയും വിശ്വസിക്കാൻ. മൂക്കി ശ്വാസമുള്ള ഒരെണ്ണത്തിന് ഒരുത്തരെയും വിശ്വസ്തനായിട്ട് കർത്താവ് മാത്രവും. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടൊക്കെ ഇനി അത് മാത്രം ചിന്തിച്ചു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ പാസ്റ്റർ ഞാനെല്ലാം പറഞ്ഞു പാസ്റ്ററെ. പറഞ്ഞെങ്കിൽ ഇനിയിപ്പം പറഞ്ഞത് പറഞ്ഞു, ഇനിയും ബാക്കി പറയാതിരുന്നാൽ മതി. പറഞ്ഞിടത്തോളം ഇനിയിപ്പോൾ എന്നെ തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്താൽ മതി. കർത്താവ് പറഞ്ഞത് പറഞ്ഞു, ഇനി ഞാൻ മുഴുവനും പറയണം. ആരുമില്ലാത്തപ്പോൾ ദൈവസന്നിധി ഇരിക്കണം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. കർത്താവിനോട് പറയാം. ദൈവത്തിന് മഹത്വം. ആട്ടെ, അപ്പൊ ക്ഷാമകാലം വരുന്നതിന് മുമ്പ് 2 പിള്ളേര്, അതിലേളയവൻ എബ്രയീം. അമ്മയുടെ ഉദരത്ത് വെച്ച് മുടന്ത. ഈ മുടന്തുള്ള കൊച്ചിനെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കില്ല. പക്ഷെ പ്രാർത്ഥിച്ച് കിട്ടിയപ്പോൾ ഈ കൊച്ചിനെ ഉയർത്തിയച്ച് യോസേപ്പ് പറഞ്ഞ്, കർത്താവേ മുടന്തുണ്ട്, അപാകതയുണ്ട്, ന്യൂനതയുണ്ട്, പക്ഷേ എല്ലാം നന്നായി ചെയ്യുന്ന നിന്റെ കരങ്ങളിലോട്ട് തരിക. മർക്കോസ് 7:37 അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്. മനപ്പാഠമാ വാക്യം, എങ്കിലും ഒന്ന് വായിച്ചു. മർക്കോസ് 7:37 ഒടുവിലത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന്. അവൻ സകലവും നന്നായി ചെയ്തു. മതി. അവൻ സകലതും, യേശു എല്ലാം നന്നായി ചെയ്യുന്നവനാ.
എല്ലാം നന്നായി ചെയ്യും. ആ യേശുവിന്റെ കരങ്ങളിലോട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പ്രയാസമുള്ളത്, നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത്, നിങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്തത്, നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് ഇന്ന് രാത്രി അവിടുത്തെ തൃക്കരങ്ങളിലോട്ട് കൊടുക്ക്. മർക്കോസ് 7:37 വായിക്കുക. അവിടുന്ന് എല്ലാം നന്നായി ചെയ്യുന്നവനാ. ഇന്ന് രാത്രി ആമേൻ നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ ഭാരം ഏൽപ്പിച്ചു കൊടുക്ക്, നിന്റെ വിഷയം ഏൽപ്പിച്ചു കൊടുക്ക്, നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്ക്, കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്ക്, ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുക്ക്, സകല വിഷയം ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് രാത്രി അത് മുഴുവൻ അവിടുന്ന് നന്നായി ചെയ്തു തരും. യാതൊരു ഊനമില്ലെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിലാണ് സകലതും ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയതൊന്നിനും ഒരെണ്ണത്തിന് പോലും അപാകത ഒന്നുമില്ല. വിവരിക്കുന്നില്ല. അവിടുന്ന് എല്ലാം നന്നായി ചെയ്യും. സാറ് ഒരിക്കലൊരു ഒരു പാട്ടിന്റെ ഒരു വരി ഇങ്ങനെ പാടി. അല്പമാമുപകരണം കൊണ്ടു നൽപഴുന്ന മകത്തായ വേലകൾ ചെയ്തും ശില്പികൾ കുടയവന് നീയെ ചിൽപുരുഷൻ ചിരന്ന നമസ്കാരം. മാനുവൻ മനുജസുത നിന്റെ മാനമേറും മംഗളബോധിടും നീനാം നിത്യമാകിമേയുണ്ട ഇടട്ടെ നീനക്കുനാഥ. മാനുവൽ മനു സുത. അപ്പൊ ശ്രദ്ധിക്കുക, അല്പമാകുന്ന ഉപകരണങ്ങൾ കൊണ്ട് നൽപ്പെടുന്ന മഹത്തായ വേലകൾ ചെയ്യുന്നവനാ ദൈവം. ഈ വേദവകാലത്തിലൊരു വരിയുണ്ട് ഇങ്ങനെ: കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനെ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ളൊരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. അർത്ഥം, കാശിന് കൊള്ളാനുള്ള കരത്തിൻ താടിയല്ലേ, കരം കഴുത. ഫെലിസ്തരെല്ലാം കൂടെ വന്ന് വട്ടമിട്ട് നിന്നപ്പോൾ കയ്യിൽ ആയുധമൊന്നുമില്ല. ശിംശോൻ ഇങ്ങനെ നോക്കി, ഫെലിസ്തര് വന്ന് പരന്ന് നിൽക്കുക, കയ്യിലൊരു ആയുധവുമില്ല. അവനിങ്ങനെ വട്ടമിട്ട് നോക്കിയപ്പോൾ ഒരു കഴുതയുടെ പച്ച താടിയല്, കരം കഴുത. പെട്ടെന്ന് ആ താടിയല് ശരി ചൊവ്വനൊന്ന് പിടിക്കാനൊക്കത്തില്ല. താടിയല്ലേല് അതെടുത്തേച്ച് പെട്ടെന്ന് ദൈവാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആള് മാറി. കഴുതയുടെ താലി കൊണ്ട് ഫെലിസ്തീനെ അടിച്ചു കുന്നിലുണ്ട് അടിച്ചു കൂട്ടി. ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ അങ്ങനെ. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ ഈ കാശിനെ തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. കഴുതയുടെ പച്ചത്താടിയൽ കൊണ്ട് കുന്നിരണ്ടെന്നും പറഞ്ഞ് ഫെലിസ്തീനെ അടിച്ചൊതുക്കുവാൻ ശിംശോനെ പ്രാപ്തനാക്കി തീർക്കുവാൻ അവിടത്തേക്ക് കഴിവുണ്ടെങ്കിൽ അവിടത്തേക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈ സപ്തവർണ്ണങ്ങളുടെ മിശ്രണമൊത്തൊരു സപ്തസപ്തിയും കിരണങ്ങളാണ്. കാർമേഘം എന്ന് പറഞ്ഞാൽ ഈ കാർമേഘത്തിനകത്തോട്ട് സൂര്യന്റെ കിരണങ്ങൾ നിപതിച്ച് കഴിയുമ്പോൾ വർണ്ണശബളമായ 7 സപ്തം 7 മഴവില്ലിങ്ങനെ നിൽക്കുക, ചാപം. ഇങ്ങനെ ദൈവത്തിന് കഴിയുമെങ്കിൽ അവിടുന്ന് നിന്നെ ഒന്ന് നോക്കിയാൽ നിന്റെ ബുദ്ധി തെളിയും. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയില്ലെന്നോർത്ത്, പഠിക്കാൻ കഴിവില്ലെന്നോർത്ത് അവരെ ഉപദ്രവിക്കുകയും കണ്ടമാനം വഴക്ക് പറയുകയും അവരെ പ്രാകുകയും ഒന്നും ചെയ്യരുത്. സ്തോത്രം. ന്യായമായിട്ട് പറയാൻ പഠിക്കണം, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അവരെ ശപിക്കുകയും, ഈ അമ്മമാർക്കല്ല ഇപ്പം ഈ എന്തുവാ ഈ തള്ളമാർക്കാ പ്രശ്നം. ചോദിക്കും,
എന്തോ മോക്കെന്തോ ഉണ്ട് മാർഗ്. പിന്നെ അവിടെ ഇങ്ങോട്ട് മോള് ഇത് കേട്ടേച്ച് വീട്ടിൽ വന്ന് കൊച്ചിനിട്ട് നല്ല അങ്ങനൊന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങളെ പ്രാകരുത്. മറ്റു കുഞ്ഞുങ്ങളെ വെച്ചല്ല തുലനം ചെയ്യുന്നത്. നിന്റെ കുഞ്ഞിന് ജ്ഞാനം കുറവാണെങ്കിൽ ശപിക്കുകയും പ്രാകുകയും ചെയ്യരുത്. അതിനെ തൃക്കരങ്ങളിലേക്ക് കൊടുക്കണം. ഞാൻ ഉപദേശമൊന്നുമല്ല, ഒരു ഉപാധി പറഞ്ഞു തരാം. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. കുഞ്ഞുങ്ങൾ രാത്രി വിശ്രമിക്കുമ്പം ചിലപ്പോൾ അവരുടെ മുറിയിലോ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ മുറിയിലോ ആയിരിക്കും. അവരുറങ്ങിക്കഴിയുമ്പോൾ അടുത്ത് ചെന്ന് ആ ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇത് കൊച്ചുങ്ങൾ കിടക്കുന്നതിന് മുന്നേ കയറി കിടക്കുക, അല്ലെങ്കിൽ മൊബൈലുമായിട്ട് കയറി എന്തെല്ലാം കേസുകളാണ്. പിന്നെ അങ്ങനെ കൊച്ചുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നെ എല്ലാവരും ഒരു ചെറിയ പരുങ്ങൽ പോലെ ആ കുഞ്ഞുങ്ങൾ കിടക്കുമ്പം ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, നീ തന്ന അവകാശമാണ്. ജ്ഞാനം കുറവാ, ദൈവം ഇതിനെ കരത്തിലെടുക്കണം. ദോഷമൊന്നും വരുത്തരുത്. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, നിന്റെ സന്തതി അധപ്പതിക്കത്തില്ല. നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പിന്നെ നമുക്ക് ഈ ടെൻഷൻ എന്നാണെന്നറിയോ? നമ്മൾ ചില കണക്കുകൂട്ടലെല്ലാം കൂട്ടിയാ ഇരിക്കുന്നത്. നമ്മുടെ വിചാരമാണോ ദൈവത്തിൻ്റെ വിചാരം? നമ്മുടെ വഴിയാണോ ദൈവത്തിൻ്റെ? നിങ്ങൾ വിശ്വസ്തരായിട്ടും ദൈവത്തെ വിശ്വസിച്ച് പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല, വരത്തില്ല. അത് നിങ്ങളെല്ലാം ദൈവം ആദരിക്കും. ദൈവം വിശ്വസ്തന. അപ്പൊ യോസേപ്പ് ഈ കുഞ്ഞിനെ ഉയർത്തിയേച്ച് പറഞ്ഞു, കർത്താവേ ഇതിനെ വർദ്ധിപ്പിച്ചു തരണം. എന്തിനേറെ ഈ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. എന്തിനേറെ വർഷങ്ങൾ കഴിഞ്ഞു. യോസേപ്പിന്റെ അപ്പൻ യാക്കോബ് മരിക്കാറായി. ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കാറായി. നിങ്ങൾക്കറിയാം യാക്കോബ് എത്ര വയസ്സിലാ മരിക്കുന്നേ? യാക്കോബ് മരിച്ചോ? ഇരിപ്പ് കണ്ടിട്ട് പുള്ളി മരിച്ചു എന്നൊരു ചെറിയ പണ്ടൊരുത്തൻ ചെന്ന് പറഞ്ഞ് ഭാര്യയോട് മരിച്ചെന്നങ്ങനെ പെട്ടെന്ന് പറയുന്നതിന് അവൻ ലഘൂകരിച്ച് പറഞ്ഞു, അമ്മാമ്മേ ഫിലിപ്പ് കുട്ടിച്ചായൻ ചെറുതായിട്ടൊന്ന് മരിച്ചോന്ന് ഒരു സംശയം. അതാ ലഘൂകരിച്ച് പറഞ്ഞത്. അമ്മാമ്മ പെട്ടെന്ന് ടെൻഷൻ എടുക്കാതിരിക്കാൻ. ഫിലിപ്പ് കുട്ടിച്ചായൻ ചെറുതായിട്ട് മരിച്ചു എന്ന് പറഞ്ഞ പോലെ യാക്കോബ് ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിച്ചു. എത്ര വയസ്സിൽ? കയ്യൊക്കെ കെട്ടിയിരിക്കുന്ന കൊള്ളാം, തെറ്റിക്കരുതെന്നേ ഉള്ളൂ. എൻ്റെ പാസ്റ്ററെ മരിച്ചെന്ന് അറിഞ്ഞായിരുന്നു. അടക്കത്തിന് പോകാനൊന്നും അടക്കത്തിന് പോകാനൊന്നില്ല. അത് കിട്ടുകാരൻ അതിനകത്ത് പൈസ ഈ 130 വയസ്സിൽ മിസ്രയീമിലെത്തിയതാ. ഫറവോന്റെ മുമ്പാകെ നിന്നപ്പോൾ ഫറവോൻ ചോദിച്ചു, പേരെന്താ? പേര് യാക്കോബ്. എന്തോ ഉണ്ട് പ്രായം? കൃത്യം പ്രായം പറഞ്ഞു. ഇല്ലേ? നമ്മളോട് വല്ലതും ചോദിച്ചാലോ എന്തോ ഉണ്ട് പ്രായം? കണ്ടിട്ട് എന്നാ തോന്നുന്നു? ഇപ്പം മിക്കവരും അങ്ങനെ കണ്ടിട്ട് ഇപ്പം മിക്കവരും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ടിട്ടൊന്നും അറിയത്തില്ല. കണ്ടിട്ട് എന്നാ തോന്നുന്നു? അങ്ങനെ യാക്കോബ് അങ്ങനല്ല പറഞ്ഞേ, കൃത്യം പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പോ ഒരു പദം ചേർത്താ പറഞ്ഞേ, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130. പിതാക്കന്മാരോട് എത്തിയിട്ടില്ല. 130ാമത്തെ വയസ്സിൽ മിസ്രയീമിലെത്തി. ഏതാണ്ട് 17 കൊല്ലം മിസ്രയീമിൽ പാർത്തു. അങ്ങനെ 30 17 47. യാക്കോബ് മരിക്കുന്നത് 147 വയസ്സിലാണ്. അബ്രഹാം മരിക്കുന്നതോ ഉറക്കെ പറഞ്ഞു, ശരിയാ, 175. ഇസഹാക്ക് മരിച്ചതോ
ഇസഹാക്ക്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ മഴയും പിടിച്ച് ആള് ചത്ത കണക്ക് പറയാൻ വന്നതാണോ എന്നായിരിക്കും. ഇസഹാക്ക് മരിച്ചത് ഉറക്കെ പറ. ഈ മരണമെന്ന് കേട്ടിട്ടാണോ ഒരു സങ്കടവും മുഖത്തൊരു മ്ലാനതയും? കർത്താവിനെ പറ്റി പറഞ്ഞത് മരണം ആസ്വദിച്ചെന്ന. ഇത് ആസ്വദിക്കാനുള്ളതാ. ഇത് ആസ്വദിച്ചെന്ന്. വിശുദ്ധന്മാർക്ക് മരണം നല്ല ജയലായി. പണ്ടൊരാൾ മരിച്ച സമയത്ത് പറഞ്ഞത്, ഭക്തനായ മനുഷ്യൻ മരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ മരിച്ച, ഇതായിരുന്നോ മരണമെന്ന് പറഞ്ഞു മരിച്ചു. നമ്മൾ എന്നതാ പറയാൻ പോകുന്നെന്ന് മിക്കവാറും വേറെ കാര്യം പറയാൻ നോട്ടോ ഇരുപ്പം കണ്ടിട്ട് സാധ്യത. സ്തോത്രമൊക്കെ പറഞ്ഞു പോകുന്നതാ നല്ലത്. ഇസഹാക്ക് 180 വയസ്സിലാ മരിക്കുന്നത്. അബ്രഹാം 175, ഇസഹാക്ക് 180, യാക്കോബ് 147, യോസേഫ് 110 വയസ്സ്, യോശുവ 110 വയസ്സ്, മോശ 120 വയസ്സ്, ആഗരോ 123 വയസ്സ്, ആദാം 930 വയസ്സ്, മധുശലിക്ക് 969 വയസ്സ്, സാറ 127 വയസ്സ്, ദാവീദ് 70 വയസ്സ്. ഇങ്ങനെ ആയുസില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്തിനായി ചത്ത കണക്കെല്ലാം വന്ന് ഇവിടെ കോലഞ്ചേരി വന്ന് പറയുന്നത്? അത് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ എങ്ങനെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഈ ദിവസങ്ങളൊക്കെ ഒന്ന് എണ്ണണം കേട്ടോ. ഈ വേദപുസ്തകം പഠിച്ചു വരുമ്പം ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് എത്രയെന്ന് അറിയണം. ഒരു ചെറിയ കണക്ക്, ഒരു മനുഷ്യൻ 80 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെന്ന് വെക്കുക. അപ്പം എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചാൽ അത് ന്യായമായിട്ട് ഒരു കണക്ക്, എത്ര സെക്കൻഡാ ഒരു മിനിറ്റ്? 60. എത്ര മിനിറ്റാണ് ഒരു മണിക്കൂർ? 60. എത്ര മണിക്കൂറാണ് ഒരു ദിവസം? എത്ര ദിവസമാണ് ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ ഒരു മാസം? അല്ല, ഓടെ ഒരു കണക്ക് 4. എത്ര മാസമാണ് ഒരു വർഷം? 12 മാസം. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വെച്ച് കൂട്ടുമ്പം 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന വ്യക്തി, അപ്പം 12 മാസമാ ഒരു വർഷം. അപ്പൊ ഒരു വർഷം എന്ന് പറയുമ്പോ എത്ര ദിവസമാ? 365. കാലവിടെ നിൽക്കട്ടെ, നമുക്കൊരു തികച്ചു പോകാം. 365 വെച്ച് കൂട്ട. അപ്പം 365 വെച്ച് കൂട്ടുമ്പോൾ 80 വർഷം ഒരു മനുഷ്യൻ ഇത് ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ എത്ര ദിവസം കാണും? ഇവിടെ മാത്സിനൊക്കെ നല്ല മാർക്കുള്ളവരുണ്ട്. 2000 അല്ല, 30,000-ന് കീഴെ. അപ്പം ഓടെ ഒരു കണക്ക് വെക്കാം, 30,000 ഒരു കണക്കാ 30. അപ്പം ഇപ്പം എത്ര വയസ്സുണ്ട്? മൊത്തം പറയണ്ട, 60 ഉണ്ട്. പിന്നെ എൻ്റെ ആയിക്കോട്ടെ, ഇച്ചിരി കൂടിക്കോട്ടെ. അമ്മയ്ക്ക് നിങ്ങളെ അമ്മമാർക്ക് ഒരു 65 ഉണ്ടോ? അമ്മയ്ക്ക് എത്രയുണ്ട് അമ്മേ? എത്രയാ? ദൈവം ഇത്രയോ നിർത്തിയല്ലോ. അപ്പൊ അമ്മ ഈ പറഞ്ഞ കണക്കിന് മേളിൽ കയറി നിൽക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം
80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ദിവസക്കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരു 30,000 എന്ന് എടുക്ക. അമ്മ ഇപ്പൊ അത്രമായി. അമ്മേ, ഞാൻ പറയുന്നത് കേട്ട് എന്നോട് പണങ്ങുമൊന്നും ചെയ്യരുത്. ഞാൻ 1-2 കാര്യം ചോദിച്ചോട്ടെ. അപ്പം ഇപ്പൊ ഈ അമ്മയുടെ പേരെന്തുവാ? നല്ല പേരാ. അപ്പൊ ഈ സാറാമ്മ അമ്മച്ചി 80 കൂടുതലായി, 80 എടുക്കാം. ഈ 30,000 ദിവസം ജീവിച്ചു കഴിഞ്ഞിരിക്കുക. ഈ സാധാരണ ഒരു കണക്കിൽ 30,000 ദിവസം ജീവിച്ച അമ്മയിൽ അതിലൊരു 15,000 ദിവസവും അമ്മ ഉറങ്ങി തീർത്തിരിക്കുക. അമ്മയ്ക്ക് ഉറക്കം കുറവാണോ കൂടുതലാണോ? ന്യായമായിട്ടുള്ളോ കണ്ടമാനമുണ്ടോ? അത് അടുത്ത കാലത്തല്ലേ? എപ്പോഴും വന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ 30,000 ദിവസം ജീവിക്കുന്ന വ്യക്തി അതിൽ 15,000 ദിവസവും ഉറക്കം. ആ 15,000-ത്തിൽ പിന്നെ 15,000 ഉള്ളൂ. ആ പിന്നത്തെ 15,000-ത്തിൽ ഒരു 3,000 ദിവസത്തോളം ഇതിന് സമയം പോയി. 3,000 അല്ല, ലക്ഷണവും ഇരിപ്പം കണ്ടിട്ട് ഒരു 5,000 ആകാനെങ്കിലും. കാരണം കുറഞ്ഞത് 3 നേരം. പിന്നെ കുളി, തേവാരം, സഹോദരിമാർക്ക് കുറച്ചുകൂടെ സമയം പോകും. ഒത്തിരി വെച്ചുകെട്ടും തൂപ്പും ഒക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം സമയം ഒത്തിരി എടുക്കും. പിന്നെ യാത്ര, ടൂറ് പോകുന്നവരെ ഇതെല്ലാം പോയി ഇത്ര എല്ലാം ഒന്ന് മാറ്റിയാൽ പിന്നെ എത്ര ദിവസം നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു? എത്ര ദിവസം പ്രാർത്ഥിക്കുന്നു? എത്ര ദിവസം വേദപുസ്തകം വായിക്കുന്നു? എത്ര ദിവസം ദൈവത്തെ ആരാധിക്കുന്നു? ദിവസക്കണക്ക് വെച്ച 30,000 ദിവസത്തിൽ 15,000 ഉറങ്ങി തീർക്കുക. 5,000 അപ്പൊ തന്നെ 20 പോയിട്ട് 10,000 ദിവസം. ഈ 10,000 ദിവസത്തിൽ കുളി, ദേവാരം, ഒരുക്കം, യാത്ര, മറ്റ് കേസുകൾക്ക് എല്ലാം കൂടെ ഒരു മിക്കവാറും 5,000 ദിവസം പോയിട്ട്, പ്രിയരെ, ദൈവത്തിന് വേണ്ടി എത്ര ദിവസമുണ്ട്? ഇത് ചിന്തിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുക, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങള്, എന്റെ പ്രിയരെ, നമുക്ക് തരുന്ന ആയുസ് ദിനങ്ങൾ കൂടുതലും ദൈവത്തിന് വേണ്ടിയായിരിക്കണം. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ എണ്ണേണ്ട ഒത്തിരി കാര്യമുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. മടങ്ങി വരാം. ആമേ. യാക്കോബ് 147 വയസ്സുള്ള യാക്കോബ് മരിക്കാറായി. മരിക്കുന്നതിന് മുമ്പ് തന്റെ പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി ഭാവികാലം സംബന്ധിച്ച് പിള്ളേരെ അനുഗ്രഹിച്ചു. അതാണ് ഉൽപ്പത്തി പുസ്തകം 49. എന്നാൽ 49-ാം അധ്യായത്തിൽ സ്വന്തം തലമുറകളെ, താൻ ജനിപ്പിച്ച തലമുറകളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിന് മുൻപ് താൻ ജനിപ്പിക്കാത്ത തന്റെ മകനാകുന്ന യോസേഫ് ജനിപ്പിച്ച 2 തലമുറകളെ ആമൻ പ്രാരംഭത്തിൽ അനുഗ്രഹിച്ചു. അതാണ് 48-ാം അധ്യായം ഉൽപ്പത്തി. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. 49-ാം അധ്യായത്തിൽ സ്വന്തം തലമുറകളെ അനുഗ്രഹിക്കുന്നു. 48-ൽ കൊച്ചുമക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഇനി 48-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിക്കാം. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് വാർത്ത ലഭിച്ചു. വാർത്ത വന്നു. ഉടനെ അവൻ
ഉടനെ അവൻ മനശ്ശെ എഫ്രയീം എന്ന രണ്ട് പിള്ളാരെ കൂട്ടി അപ്പനെ കാണാൻ ചെന്നു. നിന്റെ മകൻ യോസേഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് യാക്കോബ് യോസേഫിനോട്, എന്റെ മകനെ, ആമൻ സ്തോത്രം, സർവശക്തിയുള്ള ദൈവം പണ്ട് കനാൻ നാട്ടിൽ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശമെല്ലാം കൈവശമായി കൊടുക്കുമെന്ന് എന്റെ ദൈവം എന്നോട് ഒരു ദൂത് പറഞ്ഞു. ഇതിനകത്തെ ആത്മീക പാഠം, യാക്കോബ് ദീനമായി കിടക്കുന്ന യോസേഫിന് അറിവ് കൊടുത്തു. അപ്പച്ചന് വലിയ സീരിയസ് ആണ്. അന്നേരം യോസേഫ് അപ്പച്ചനെ കാണാൻ പോയി. ഇന്ന് നമ്മുടെ ഇടയിലെ ക്രിസ്ത്യാനികളാ കൂടുതലും. അപ്പനും അമ്മയ്ക്കും ദീനമാണെന്ന് കണ്ടാൽ കാണാൻ പോലും പലരും പോവുകയില്ല. മറുനാട്ടിലാണെങ്കിൽ ഒട്ടും വരികയില്ല, ടിക്കറ്റ് കിട്ടുന്നില്ലെന്നാ പറയുന്നത്. അവധി അന്നേരം പുള്ളി ഊർത്തശ്വാസം വലിച്ചു. അവധിയില്ല. ഈ കണ്ടമാനം കാശ് ഉണ്ടാക്കാനുള്ള വ്യഗ്രത. കാശ് വേണം വേണ്ടെന്നല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴതൊക്കെ ആവശ്യം. പക്ഷെ കടമകളെല്ലാം തെറ്റിക്കുക. കാശിന്റെ പുറകെ, കാശ് വേണം, കാശില്ലാതെ ഇവിടെ ഒക്കത്തില്ല. കാശ് മാത്രമല്ല വിഷയം, എനിക്കും നിങ്ങൾക്കും ചില കടമകളുണ്ട്, ധാർമ്മികമായ ചില ഉത്തരവാദിത്വമുണ്ട്. പണ്ടൊരാള് രാജാവിനോട് പറഞ്ഞു, വലിയ ബുദ്ധിമുട്ട്, ജോലിക്കാരൻ ചില ബുദ്ധിമുട്ടാ. അപ്പം പുള്ളി എന്നും കാശ് കൊടുക്കും. എന്നാടാ നിനക്ക് എന്നും അങ്ങ് ബുദ്ധിമുട്ട്? അപ്പം പുള്ളി പറഞ്ഞു, പ്രാരാബ്ധമുണ്ട്. എന്നെ നിനക്ക് ഇതിനു വേണ്ട പ്രാരാബ്ധം? പുള്ളി പറഞ്ഞു, ഇത് തരുന്നത് കൊണ്ടെല്ലാം നടക്കണ്ടേ, എന്നെ ഇതിനു വേണ്ട ചിലപ്പോൾ. പുള്ളി പറഞ്ഞു, ഞാൻ കടം തീർക്കുകയും ചെയ്യുക, കടം കൊടുത്തോണ്ട് വിരിക്കുക, പിന്നെ വീട്ടിലെ കാര്യവും നടത്തുക എന്ന് പറഞ്ഞു. മനസ്സിലായി കാണും. കടം തീർക്കുന്നുമുണ്ട്, കടം കൊടുക്കുന്നുമുണ്ട്, പിന്നെ വീട്ടിലെ കാര്യം. അപ്പം രാജ ചോദിച്ചു, ഇതിനൊക്കെ തന്നെ ഇതിനു വേണ്ട കടം? അന്നേരം അവൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചനും അമ്മച്ചി എന്നെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി കൊണ്ടുവന്നു. അപ്പം അവരിപ്പോൾ പ്രായമാണ്. അപ്പം അവർ ചെയ്തതെല്ലാം ഞാൻ തിരിച്ചങ്ങോട്ട് കടം തീർത്തോണ്ടിരിക്കുക. പിന്നെ കടം കൊടുക്കുന്നത് പിള്ളേർക്കാണ്. അവർക്ക് ഇത് തീർത്തെങ്കിലേ കൊടുത്തത് തിരിച്ചു കിട്ടൂ. ഇത് തീർത്തെങ്കിലേ. എൻ്റെ അടുക്ക ചിലർ പ്രാർത്ഥിക്കാൻ വരും. ചില അമ്മമാർ പറയും, പാസ്റ്ററേന്ന് പോലും പറഞ്ഞില്ല, പാഷേ എന്നെ അമ്മേ, ഓ പിള്ളേർക്ക് ആർക്കും എന്നോട് വലിയ താല്പര്യമില്ല, മിണ്ടുന്നില്ല, മുറങ്ങലിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. ഞാൻ പറയാം, പ്രാർത്ഥിക്കാം, അവിടെ നിൽക്കേ. അമ്മച്ചിയുടെ അപ്പനോടും അമ്മയോടും എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞേച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ അടുത്ത് നിന്നൊരു തള്ള പറഞ്ഞു, അവർക്കറിയാം, എനിക്കല്ലേ അറിയാൻ ഞാൻ വെളിയിൽ നിന്ന് എന്ന ആളല്ലേ. അപ്പൊ അടുത്ത് നിന്ന തള്ള ഇവരെ പറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി കുരുക്ക് തള്ളയാ. അപ്പൊ ഞാൻ മറ്റവരോട് ചോദിച്ചു, എങ്ങനെയാണ്? അയ്യോ, ആ അമ്മായിയമ്മേനെ ഇവള് ശരിക്ക് പൊരിപ്പിച്ചതാ, അവർക്ക് വെള്ളം പോലും ഇവള്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, ചെയ്തതിൻ്റെ മേടിച്ചു. ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ ചെയ്തതിൻ്റെ എല്ലാം മേടിച്ചുകൊണ്ടിരിക്കുക, അത് സഹിപ്പാനുള്ള കൃപ. അങ്ങനെ പ്രാർത്ഥിച്ചു. വിതയ്ക്കുന്നത് കൊയ്യണ്ടേ? ഇവരുടെ അപ്പനോടും അമ്മയോടും ചെയ്തത് സ്വർഗം കണ്ടോണ്ടിരുന്ന. കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവിനെയും കൂട്ടി പിള്ളേരുമായിട്ട് വേറെ മാറി. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അവർ രോഗിയായിപ്പോ ചെന്ന് ശുശ്രൂഷിച്ചിട്ടില്ല. എല്ലാവരുടെയും കാര്യമല്ല. അവരെ സംരക്ഷിച്ചിട്ടില്ല. ഇപ്പൊ കിടന്ന് കുഴയുക. പിള്ളേര് വിളിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഒന്നും. കടം തീർത്താലല്ലേ കടം കൊടുത്തത് കിട്ടുള്ളൂ. എന്നാ ഞാൻ ഇച്ചിരിയും കൂടെ പറയണോ അതോ ഇപ്പം പാസ്റ്റർ എപ്പോഴാണ് സമയം? പറ, സമയം എന്തുവായി?
എത്രയായമ്മേ? ഇത് ഓടുന്നതാണോ? എത്രയായി? 8-10. എന്താണ് എത്ര ടൈം എന്തുമായി? 8:40. 9 നിർത്തട്ടെ? അതോ 9:30? ആയിക്കോട്ടെ. 9:30 ആയിക്കോട്ടെ. വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. അപ്പന് ധീരമാണെന്ന് കേട്ടോ ഉടനെ, അങ്ങനെ അടിച്ചേക്കുന്നേ, ഉടനെ യോസേഫ് 2 പിള്ളേരുമായിട്ട് അപ്പനെ കാണാൻ ചെന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കണേ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണേ. അവരെ അനാഥശാലയിലൊന്നും വിടരുത്, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടരുത് കേട്ടോ. അമ്മ കുറെ നാളായാലും ഇവിടെ നിൽക്കാൻ തന്നെ കണ്ട് ബേക്കുട്ടിടുക്കിലോട്ട് പോകും, അവിടെയും പോയി അമ്മ ഇങ്ങനെ കുടച്ചക്കറ കറങ്ങും പോലെ അമ്മേനെ അപ്പനെയും വീതിക്കരുത്. ഞാൻ എപ്പോഴും പറയും, 8-10 മക്കളുള്ള വീട്ടിലെ അപ്പനും അമ്മയും ആ 8-10 മക്കളെ വീതിച്ചെങ്ങും വിട്ടോ ഇല്ല. പക്ഷെ മക്കളിപ്പോ അപ്പനെയും അമ്മയും വീതിക്കുക ഇല്ലേ? ഇത് കൂടുതലും ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ്. ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടെ ഭയമുണ്ട്, അവർക്ക് പേടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹൈന്ദവരായ ഈ ചില പ്രിയപ്പെട്ടവർ, നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും അവർ മാതാപിതാക്കളെ കണ്ട ഉടനെ കാല് തൊട്ട് വന്ദിക്കും. നമ്മളിപ്പോൾ ഉടനെ ഉപദേശം എടുക്കും, നമുക്ക് കഴിയത്തുമില്ല ചെയ്യത്തുമില്ല, അതിനുടനെ അതിന് പ്രമാണമുണ്ടോ? ഉടനെ അതാ അതിന് പ്രമാണം. ഭയങ്കര ബഹുമാനമാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കൂടുതലും ഈ മാതാപിതാക്കളെ അന്വേഷിക്കാത്തവരും സ്വത്തിന് ഇതുപോലെ ആർത്തിപ്പണ്ടാരം മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അതെ, 100 കേസ് തരാം. സ്വന്തം തള്ള മരിച്ചു കിടക്കുന്ന ആശുപത്രിയിൽ ഞാനും ഉണ്ട്. ആ സമയത്ത് എന്നെ അറിയിച്ചു, ഓടി ഞാൻ ചെന്നു. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് മരിച്ചു. മക്കളെല്ലാം, ഒരാളുടെ സ്വത്തൊന്നും വർണ്ണിക്കാനൊക്കത്തില്ല, ഇഷ്ടം പോലെ. ഉടനെ പേപ്പറിൽ കൊടുക്കണ്ടേ? അമ്മച്ചി ഉടനെ എഴുതി. ഞാൻ പേര് മാറ്റിയാ പറഞ്ഞത്, ഈ പേരല്ല, കാരണം അവരും ചിലപ്പോൾ ഓൺലൈനിൽ കാണും. വെറുതെ ഒരു ആരോഗ്യം വേണ്ട, ഇനി അങ്ങോട്ടൊക്കെ ചെല്ലേണ്ടതല്ലേ, അതുകൊണ്ടാണ് അമ്മയുടെ പേരെഴുതി. അഡ്രസ് പകലോമറ്റം മഹാകുടുംബത്തിൽ ഇന്നടത്ത് ഇന്ന ഒരു 4-5 വീട്ടുപേര്. തുടക്കം പകലോമറ്റം, പിന്നെ പറഞ്ഞു തങ്കമ്മ തോമസ്. ആയിക്കോട്ടെ, പേരിതല്ല കേട്ടോ. കർത്താവിൻ പ്രായം, ഇന്നയാടെ ഭാര്യ, മക്കളുടെ പേര്, മക്കൾ 1 2 3 4 7 എണ്ണം, 7 പേര്. മരുമക്കള് ചാക്കോ തോമസ് പാലമറ്റത്തിൽ, സ്കറിയ തോമസ് കുരുടാമണ്ണിൽ. ഞാനൊരു പേരങ്ങ് പറയുക, ബേബി ചാക്കോ ചക്കമൂട്ടിൽ, ആന്റണി ബേബി കുരിശുമൂട്ടിൽ. എല്ലാ മൂട്ടിലും മൂലയിലുമാണ്, എല്ലാം എഴുതി. കൊച്ചുമക്കള് ഡയാന, അൻസു, ഫ്രെഡി, റെജി, ഫ്രഞ്ചി, പ്രസ്സി. വായിക്കാൻ തന്നെ
ചിരിക്കാൻ പറഞ്ഞതല്ല. ഇത് മുഴുവൻ എഴുതിയപ്പം വെണ്ടർ കുഞ്ഞു ഞാതാരം എഴുതും പോലായി. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇത്രയും മനോരമ ഇടണമെങ്കിൽ കുറഞ്ഞതൊരു 10-15,000 രൂപ എങ്കിലും. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുതിയവനുമില്ല, പറഞ്ഞു കൊടുത്തവനുമില്ല, ആരുമില്ല. ഞാനും നിപ്പോണ്ട്, വേറൊരു സഹോദരനുമുണ്ട്. അവസാനം കുടുംബമായിട്ടൊരു തീരുമാനം എടുത്തിയാണെന്നറിയോ, കൊടുക്കണ്ടെന്ന് അമ്മച്ചിയുടെ ഫോട്ടോ. അപ്പം അയലത്തുകാരൻ പറഞ്ഞു, നാണക്കാടാ കൊടുത്തില്ലേ, അന്നാ ഒരു ചെറിയ ഫോട്ടോ മാത്രം തങ്കമ്മ തോമസ്, അപ്പം അതിന് പൈസ കൊടുക്കണ്ട. ഇല്ലാത്തവന്മാരല്ല, കോടിക്കണക്കിനുള്ളതാണ്. എല്ലാവരും അങ്ങനെയല്ല, നല്ല രീതിയിൽ ചെയ്യുന്നവരും. പക്ഷെ ആർത്തി കൂടുതൽ നമ്മുടെ ആൾക്കാർക്കാണ്. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. ഉണ്ടോ? പ്രായമുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. ഞാനെപ്പോഴും പറയും, നമ്മൾ മുട്ടയിലടിഞ്ഞ് നടന്നപ്പോൾ, പിച്ച നടന്നപ്പോൾ ഈ അമ്മ നമ്മളെ ഒറ്റക്കിട്ടേച്ച് എവിടെയും പോയോ? ഇല്ല. അമ്മ വീടിയെ പോയപ്പോഴും, തുണിയലക്കാൻ പോയപ്പോഴും, വെള്ളം കോരാൻ പോയപ്പോഴും, കല്യാണത്തിന് പോയപ്പോഴും എല്ലാം ഒക്കത്ത്. അങ്ങനല്ലേ അമ്മേ? അതെ. പ്രിയരെ, മാതാപിതാക്കൾ പ്രായമായി വയ്യാതെ ആകുമ്പം മക്കൾ ഇത് തിരിച്ചു ചെയ്യണം. അമ്മയുടെ അടുത്ത് ഒക്കത്ത് വെക്കണമെന്നല്ല പറഞ്ഞേ. വായിച്ചിട്ടില്ലേ? അതിന് വേറെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്, മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. അങ്ങനെ വേറെ പുസ്തകത്തിൽ ഒന്ന് വായിച്ചോ. ഇതുവരെ വായിച്ചില്ലെങ്കിൽ ഏതായാലും വന്നതല്ലേ, അതെങ്കിലും വായിച്ചേച്ച് പോവും. വായിക്കും. മോൻ കണ്ടോ പ്രത്യുപകാരം? ഇല്ലേ? മോനും ഇതുവരെ കണ്ടില്ല. തിമോത്തയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-3 ഒന്ന് വായിച്ചു. മൂത്തനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടുകൂടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവന്മാരെ മാനിക്കുക. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുൻപേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കുക. അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ ചെയ്യണം, പഠിക്കണം. പ്രത്യുപകാരം. അപ്പോൾ മക്കള് മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. എന്തുവായി പ്രത്യുപകാരം? മാതാപിതാക്കൾ നമുക്ക് ചെയ്തതെല്ലാം അവര് പ്രായമാകുമ്പോൾ മക്കൾ അത് തിരിച്ചു ചെയ്യണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റിൽ. ഈ അമ്മ എല്ലാ അമ്മമാരും, ഞാനും നിങ്ങളും മലക്കക്കിടക്ക് കിടന്നപ്പോൾ മുട്ടയിലിടഞ്ഞപ്പോൾ പിച്ച നടന്നപ്പോൾ നമ്മളെ ഒറ്റക്കിട്ടേച്ച് പോയില്ല. പോയിടത്തെല്ലാം നമ്മൾ. അപ്പം മാതാപിതാക്കള് പ്രായമാകുമ്പം മക്കള് ചോദിക്കണം, അമ്മച്ചി ഞങ്ങള് കല്യാണത്തിന് വരുന്നോ? അപ്പൊ അമ്മ പറയാ, എനിക്ക് വന്നാക്കണം. എന്നാ വാ, കൊണ്ടുപോവാ. അമ്മച്ചി ഞങ്ങള് ഇന്നടത്തോട്ട് പോവുക, അമ്മച്ചി വരുന്നോ? അപ്പം പറയും, വരുന്നെങ്കിൽ വരും. മോനെ എനിക്ക് വയ്യ, ഞാൻ വരുന്നില്ല, യാത്ര ചെയ്യാൻ വയ്യ. ഓക്കെ, ഞാൻ വരുന്നു. ഒരുങ്ങ്. തിരിച്ചു ചെയ്യണം. അന്തരീക്ഷമെല്ലാം പോയെന്ന് എനിക്കറിയാം. ഇനി അടുത്ത പോയിന്റ് പറയുമ്പോൾ ഉള്ളതുകൂടെ പോവും. ഇങ്ങനെ അങ്ങനെ നോക്കത്തില്ല. ഈ പ്രസംഗം കേട്ടോ അങ്ങനൊന്നും കുളിര് കയറുകയല്ല. മക്കൾ ഇത് തിരിച്ചു ചെയ്യണം. അടുത്തത്, ഈ എനിക്ക് ഈ അമ്മമാരെ ഇഷ്ടപ്പെട്ടു. 2 പേര്. അമ്മയുടെ പേരെന്നാ? രണ്ടും പരുവത്തിന് 2 അടുത്തടുത്തിരുന്നല്ലോ. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ അമ്മമാരല്ലേ നമ്മുടെയൊക്കെ അമ്മ. ഞാൻ കുട്ടനാട്ടുകാരനായ കുട്ടനാടൻ ശൈലി പറയും.
ഈ പിള്ളേര് 6 മാസമൊക്കെ ആകുമ്പോൾ ആ ചോറ് കൊടുക്കുന്നത് അല്ലേ അമ്മേ? 5-6 മാസം അത് നന്നായിട്ട് വേവിച്ച്, അമ്മമാർക്കറിയാം പാകം. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ മീൻ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ അമ്മയ്ക്ക് അറിയാം, അമ്മ മീൻകറി അതിൻ്റെ പാകത്തിനുള്ള എരിവൊക്കെ ചേർത്ത് വെച്ച് ഈ ചോറ് വേവിച്ച് ഈ മീൻ നുള്ളുമ്പോൾ അമ്മ നോക്കുക അതിനകത്ത് മുള്ളു വല്ലതും ഉണ്ടോന്ന്. ചില അമ്മമാരതൊന്ന് ഇങ്ങനെ ഞെക്കി നോക്കും, മുള്ളിൻ്റെ തരി കൊണ്ടുവന്ന്. ഇല്ലെന്ന് ഉറപ്പ് വരുത്തി വെച്ച് ചോറിനകത്തിട്ട് ഇളക്കി, നെയ്യൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂടൊക്കെ ചേർത്ത്, അമ്മ ചിലപ്പം രാവിലെ കുളിച്ചില്ല, പല്ല് തേച്ചില്ല, തുണി കഴുകിയില്ല, അടുക്കളയിൽ പെരുമാറിയിട്ടില്ല, ഒത്തിരി ജോലി കിടക്കുക, കന്നാലി ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എല്ലാം അതെല്ലാം മാറ്റി വെച്ചേച്ച് നമ്മുടെ കാര്യമെല്ലാം നോക്കി ഈ ആഹാരം വാരി വാരി നമ്മുടെ വായി വെച്ച് തരും അമ്മ, നിറയുന്നത് വരെ. നിറയുമ്പോൾ അമ്മയ്ക്കറിയാം പിള്ളേര് തുപ്പും വെളിയിലോട്ട്, തുപ്പിയാലും ഇച്ചിരിയും കൂടെ വെച്ച് തരും. എന്നുവെച്ചാൽ വയറ്റയിലൊക്കെ ഒന്ന് അടിക്കും, കുട്ടിയിടുപ്പൊന്ന് പൊക്കി നോക്കും, പിന്നെ ഇച്ചിരി കൂടെ തരും. അപ്പം അറിയാം നിറഞ്ഞെന്ന്. അപ്പം അത് വെച്ചേച്ച് നമ്മളെ കുളിപ്പിച്ച് അല്ലെ വൃത്തിയാക്കി ഡ്രസ്സുമൊക്കെ മാറി, ചില അമ്മമാര് പാട്ടുമൊക്കെ പാടി നമ്മളെ ഉറക്കും, താരാട്ട് പാട്ട്. അമ്മയ്ക്ക് ഒത്തിരി ജോലിയുണ്ട്, പിടിപ്പത് ജോലിയുണ്ട്, അമ്മ പല്ല് പോലും തേച്ച് കാണുകയല്ല. അതെല്ലാം മാറ്റി ഇട്ടേച്ച് പാട്ട് പാടി നമ്മളെ ഉറക്കി. എല്ലാവർക്കും ഒരേ സാമ്പത്തിക ഭദ്രതയും വീടിൻ്റെ ചുറ്റുപാട് ഒരുപോലെ. അതുകൊണ്ട് ഞാൻ ഒരു സാധാരണ രീതി പറയാം. നമ്മളെ കൊണ്ട് കട്ടിലേക്ക് കിടത്തും, ഉറങ്ങിയ നമ്മളെ കട്ടിലേക്ക് കിടത്തി വെച്ച് പഴയ രീതിയൊക്കെ വെച്ചാൽ തലയണയൊക്കെ 4 വശത്തും വെച്ച് നോക്കും എന്തെങ്കിലും അപാകതയുണ്ടോന്ന്. നോക്കിയേച്ച് അമ്മ പോകുന്നതിന് മുന്നേ ഒരു ഉമ്മയും കൂടെ തരും കവളത്ത്. നല്ല ഉറക്കമല്ലേ, അപ്പം ഉമ്മയും കൂടെ തന്നേച്ച അമ്മ അടുക്കളയിലോട്ട് പോകുന്ന വഴി ആ വാതിലിൻ്റെ അവിടെ വരുമ്പോൾ ഒന്നുകൂടെ എല്ലാം ഒത്തോന്നറിയാൻ. എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ വീണ്ടും വന്നത് ക്രമീകരിച്ച്, അതാണ് അമ്മ. എല്ലാവരും ഒന്ന് ഓർക്കുന്ന നല്ലതല്ലേ, അതാ അമ്മ. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കൾ ഇത് തിരിച്ചു ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ നീ 7 ഇരുന്നു, 3 ഇരുന്നു, 21 ഇരുന്നു, അവിടുന്ന് പ്രവാചകൻ ഇറക്കി, സാമച്ചൻ വന്നു, അനി ജോർജ് വന്നു, ടിനു ജോർജ് വന്നു, അനീഷ് കാവാലം വന്നു, തങ്കയ്യ വന്നു, താരു വന്നു, കുന്തം വന്നു, പവർ കോൺഫറൻസും ഫയർ മീറ്റിങ്ങും, തീമഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ. നിന്റെ ഞങ്ങള് പ്രൊഫസർ എം ഐ അവിടെ, നിങ്ങളെവിടെ? ഞങ്ങൾ സ്വർഗീയ വിരുന്ന. നിങ്ങളെവിടെ? ഞങ്ങൾ ഡാമിയൻ. നിങ്ങളെവിടെ? ഞങ്ങൾ എന്തുവാ എക്സോഡോസ്. നിന്റെ കുന്തം. നിങ്ങളെവിടെ? ഞങ്ങൾ IPC, ഇന്ത്യൻ പെന്തിക്കോസ്. പിന്നെ നിങ്ങളെവിടെ? ഞങ്ങൾ അസംബ്ലി സെക്രട്ടറി. എടാ, നീ ഇതൊക്കെ ചെയ്യാതെ ഏത് കോഡിനകത്ത് കയറിയാലും ഗുണം വരികയെന്നായി പറഞ്ഞു. ഇത് ചെയ്യണ്ടേ? യോ നിങ്ങളതിൻ്റെ അപ്പുറത്താളാന്ന് തോന്നുന്നു. മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. അങ്ങനല്ലയോ നമ്മളോട് കാട്ടിയത്? ഞാൻ ആ ഭാഗം പറഞ്ഞങ്ങ് നിർത്താം. അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, സൂസമ്മേ അമ്മച്ചി എന്തിയേ? ഓ അകത്തുണ്ട്, കിടപ്പാ, ഒന്ന് കാണാൻ. കാണ്. അപ്പം കണ്ടു. ഞാൻ ചോദിച്ചു, കഴിക്കുമോ? ഓ എല്ലാം കഴിക്കും. ഞാൻ ചോദിച്ചു, എല്ലാം കൊടുക്കുന്നുണ്ടോ? ഓ എല്ലാം ഇഷ്ടമായ എല്ലാം ഒന്നും കൊടുക്കുകയല്ല. യോ അതിനാ? ഓ എല്ലാം കിടന്നോണ്ട്. ആരാ ഇതൊക്കെ? അമ്മയെല്ലാം കഴിക്കും, മറ്റ് ദീനമൊന്നുമില്ല.
കൊടുക്കാൻ സാഹചര്യമുണ്ട്, പക്ഷെ എല്ലാം ഞങ്ങൾ കൊടുക്കത്തില്ല. കാര്യം ചോദിച്ചാൽ പറയാ എല്ലാം കിടന്നുകൊണ്ടാണ്. അയ്യോ, ഈ അമ്മ, നമ്മുടെ അമ്മ ഓപ്പണായിട്ട് പറയാം, നമ്മൾ ചെറുപ്പത്തിലേ വയറ് ഒഴിഞ്ഞപ്പം, വയറിളക്കിയപ്പം, ഛർദിച്ചപ്പം അമ്മ അങ്ങനെ ചെയ്തില്ലല്ലോ. കൂടെ കൂടെ ഛർദിപ്പിച്ചപ്പോഴും അമ്മ കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത് അല്ലെങ്കിൽ കരിക്കും വെള്ളം കൂടെ കൂടെ നമ്മളെ കുടിപ്പിക്കുക. വയറൊഴിഞ്ഞ് ഇപ്പോഴല്ലേ ഇല്ലേ, ഞാൻ ഇന്നാൾ പ്രസംഗിച്ചോ പറഞ്ഞ പോലെ പിള്ളേർക്കെല്ലാം കുന്തം കൊണ്ടുവെക്കുന്നത്. എന്നെ അതിന് പറയുന്നത് എന്തേലും ആട്ടെ. പണ്ട് അമ്മയുടെ കൊച്ചുനാൾ ഈ കുന്തം കണ്ടിട്ടുണ്ടോ? അമ്മയുടെ കൊച്ചുനാൾ കച്ച മുറി ചെറുതായിട്ട് കീറി, അങ്ങനല്ലേ? അതാ വെള്ളത്തുണി. അന്ന് കാലത്ത് ഈ അമ്മയുടെ യോധയില് എത്ര മക്കളുണ്ട്? ആരേതാ? മതി, കുഴപ്പമില്ല. ചോടുന്നില്ലെങ്കിലും മരുമകളുണ്ടല്ലോ, നല്ല കാര്യം. അല്ല, ഞാൻ എല്ലാ അമ്മമാരോടുമാ. ഇന്നത്തെ കാലത്താ ഈ പുതിയ കണ്ടുപിടുത്തം. അന്ന് തുണിയാ, വെള്ളത്തുണി കീറി, എന്ത് ബുദ്ധിമുട്ടാ. അപ്പം വയറൊഴിയുമ്പോഴല്ല ഇത് മാറ്റുക അല്ലേ? അമ്മയ്ക്ക് ഉറങ്ങാനൊക്കത്തില്ല. എന്നാ ഇവ കൂടെ കൂടെ കൊച്ചു വയറൊഴിയുക, ഒന്നും കൊടുക്കുന്നില്ലെന്ന് അമ്മ ചിന്തിച്ചില്ലല്ലോ. ചിന്തിച്ചോ? ഞാനങ്ങ് തെളിച്ച് പറയാം. ചിലപ്പോൾ അമ്മയുടെ ദേഹത്താ വയറൊഴിഞ്ഞത്. വയറൊഴിയുമ്പോൾ തന്നെ ഛർദിച്ചു, ചട്ടയുടെ പുറത്തും അല്ലെ പുറത്ത്, ഒന്നും അമ്മയ്ക്ക് വിഷയമല്ല. അന്നാലും അമ്മ ഛർദിച്ചതോ വയറൊടിഞ്ഞതല്ല അമ്മയ്ക്ക് വിഷയം, കുഞ്ഞാ വിഷയം. അന്നേരം വെള്ളം തരിക, ആഹാരം തരിക. ഇതേ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ തിരിച്ച് ചെയ്യണം. അല്ലാതെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ, തമ്പേറ് തല്ലിപ്പൊട്ടിച്ചത് കൊണ്ടോ, കീബോർഡ് 4 എണ്ണം വെച്ച് ഇങ്ങനെ അത് തെറ്റാന്നല്ല. വോളിയം കൂട്ടിയത് കൊണ്ടോ, മേപ്പോട്ടും കീഴ്പോട്ടും ചാടി, ബൈബിളിന്റെ പുറത്തൂടെ കയറി ചാടി ഒന്നും രക്ഷപ്പെടുകയല്ല. നമ്മളിത് ചെയ്യണം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നിർത്തട്ടെ? ഇഷ്ടപ്പെട്ടോ? അതറിഞ്ഞാൽ മതി. നാളെ വരുമോ? കുറച്ച് പേരും കൂടെ കൊണ്ടുവരണം. അതുങ്ങളൂടെ കേട്ട് ഗുണമാകട്ടെ. അയ്യോ, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതൊക്കെ ചെയ്തേ നോക്കൂ. ആട്ടെ, നമ്മൾ ആ വിഷയം അങ്ങ് വിട്ടേക്കാം. ഒക്കുന്നെങ്കിൽ നാളെ നമുക്ക് ആ മേഖലയൊക്കെ ഒക്കുന്നെങ്കിൽ കയറാം. അപ്പൻ ദീനമായെന്ന് കേട്ടപ്പോൾ യോസേഫ് ഉടനെ പിള്ളേരുമായിട്ട് ചെന്നു അപ്പനെ കാണാൻ. ഈ പ്രായമുള്ളവരും രോഗികളും ഒക്കെ ഉണ്ടെങ്കിൽ ചെന്ന് കാണണേ. സഭയെ വന്ന് മാത്രം കണ്ടാ പോരാ കേട്ടോ. ഹായ് അമ്മച്ചി. സഭയെ വന്ന് ടാറ്റ അടിക്കില്ല. ഹായ് അങ്കിൾ. ഇപ്പൊ മെനക്കേട് കേസാണ് ഇതെല്ലാം. സഭയിലൊരു അപ്പച്ചൻ, സഭയിലൊരു അമ്മ, ഒരു സഹോദരി, ഒരു സഹോദരൻ വയ്യ, ദീനമാ, പ്രായമാ, അവിടെ പോണം, കാണണം, സാഹചര്യവും അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്തേലും ചെയ്യണം. അല്ല ഞായറാഴ്ച കമ്പത്തിൽ നിന്ന് കാളെ ഇറക്കും പോലെ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് ഇങ്ങനെ 66 കവി പിടിച്ചു നിൽക്കുന്നത് പോലെ 66 ലൈനെ പിടിച്ചു. മനസ്സിലാകുന്നുണ്ടോല്ലോ? വരുന്ന ഉപദേശിമാർ ഇഷ്ടം. ഉപദേശം ഭയങ്കര സാന്നിധ്യം. ഇന്നാളൊരുത്തം വിളിച്ചാൽ പറഞ്ഞ് എനിക്കൊന്നും പറയാൻ ഒക്കുന്നില്ലെന്ന്. എന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ? എടാ, ഇത് പറയാനല്ലേ ഇവനെ വിളിച്ചത്. എടാ അവൻ പറയാം എനിക്കൊന്നും പറയാൻ ഒക്കുന്നില്ലേ? പറയാൻ ആകമുള്ളവനുണ്ട്, അവന് കൊടുക്ക്. വേറൊരുത്തം പറയും എന്തെന്നില്ലാത്ത ഒരു അങ്ങനത്തെ ഒരു സാന്നിധ്യം പുസ്തകത്തിലില്ല. എന്തെന്നില്ലാത്ത
എന്താണ് ഒരുത്തൻ പറഞ്ഞു, എന്നാണെന്ന് എനിക്കും അറിയാൻ മേല. അയ്യോ, അങ്ങനെയുള്ളവനെ ഒന്നും വിളിക്കരുത്, അവന് തന്നെ അറിയാൻ മേല ഇത് എന്നതാന്ന്. സുബോധമില്ലാത്തവനെ വിളിച്ച, എനിക്കറിയാം ഇത് രണ്ട് അച്ചായന്മാരാന്നും ഇതൊരു സഹോദരനാന്നും അത് അച്ചായനാന്നും അപ്പച്ചൻ ഇതറിയണ്ടേ, അത് റെജിപ്പാസ്റ്ററാന്നും ഇത് പാട്ടുകാരാന്നും അത് കാര്യങ്ങൾ വാക്യം അറിയണ്ടേ. അവൻ പറയും എനിക്കൊന്നും അറിയാൻ മേലെന്ന്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പ്രായമുള്ളവരെ കാണണേ, ബഹുമാനിക്കണേ, നല്ല രീതിയിൽ. ഞങ്ങളുടെ സഭയെ ഞാൻ കർക്കശമായിട്ട് പറയുകയും ചെയ്യും, ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചു, പ്രായമുള്ളവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ച എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അതിന് അപ്പം നിങ്ങൾ പറയൂ കുറച്ച് പേരേ ഉള്ളത് കൊണ്ടാ. അല്ല, കൂടിയാലും കൊടുക്കും. അതിനാ പുള്ളി തരും. ഈ മനസ്സുണ്ടെങ്കിൽ പുള്ളി തരും. താല്പര്യം ഉണ്ടെങ്കിൽ, നല്ല മനസ്സുണ്ട് തരും. ഞാൻ ഒരു കാര്യം പറയാം, ദൈവനാമത്തിൻ്റെ മഹത്വം. ആ സഹോദരന്മാർക്കറിയാം, അവിടെ സഭയിലെ ഒരു പിരിവിൻ്റെ കാര്യവും പൊതുവെ പറയത്തില്ല, മിണ്ടുകയല്ല. അതില്ല, ഇരുന്ന് പ്രാർത്ഥിച്ചോണം, സ്തോത്രം ചെയ്തോണം. നമുക്കാവശ്യമാണെന്ന് കണ്ടാൽ പുള്ളി തരും. വിശ്വസ്തന. ഇന്ന് വരെ അങ്ങനെ നടക്കുന്നത്, ഇന്ന് വരെ. സമയമാകുമ്പോൾ ദൈവം ചെയ്യും, ദൈവത്തിന് മഹത്വം. അപ്പം അത് പറയാനൊന്നും അല്ല. അപ്പം ഞാൻ പറയും, ഈ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ പ്രായമുള്ളവർ കാണും. അപ്പം കൊച്ചു പെൺപിള്ളേര് അമ്മമാരോട്, ചെറുപ്പക്കാർ ആൺപിള്ളേർ അപ്പച്ചന്മാരോട്, അപ്പച്ച ഇന്നതാ കഴിക്കാനുള്ളത്, അപ്പച്ചൻ എന്തുവാ വേണ്ട, ഇവിടെ ഇരുന്നു എടുത്തുകൊണ്ട് വരാം. ആ വെള്ളവും കൊണ്ട് കൊടുത്ത് ഭക്ഷണം അതൊക്കെയാ ചെയ്യണ്ടേ. പെൺപിള്ളേരും അങ്ങനെ ചെയ്യണം. അമ്മച്ചി ഇവിടെ ഇരിക്കും, ഇന്നതാക്കി അമ്മച്ചിക്ക് എന്തോ വേണം, കൊണ്ട് തരട്ടെ, ഇനി ഇത് ചെയ്യണം. അല്ലാതെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് സ്റ്റേജിൽ കയറി കാറിന്റെ വൈപ്പർ മഴയത്ത് പോകും പോലെ. മഴയത്ത് കാറിൽ പോകുന്ന കണ്ടില്ല, വൈപ്പർ അടിക്കുകയല്ലേ. ഇതൊന്നും ചെയ്യുകയല്ല. ചീസ്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. അല്ല, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാനും നിങ്ങളുമെല്ലാം ഈ മേഖലയിൽ കൂടെ പോകണം. വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. സ്തോത്രം, സ്തോത്രം. ആ വിഷയം വിട്ടാക്കാൻ ചിലരുടെ മുഖത്തെല്ലാം ഒരു മ്ലാനതയും, ചിലർക്ക് ഒരു വൈക്ലപ്യവും, ചിലർക്ക് എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പോകാത്തത്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത് യാതൊരു വിവരമില്ലാത്തവനാ വരുന്നത്. ഇടയ്ക്കങ്ങ് എഴുന്നേക്കരുത്, അയാൾ വല്ലതും വിളിച്ച് പറയാം. അയാൾക്ക് ആരെയും നോട്ടമൊന്നുമില്ല, അയാൾ വായി വരുന്നത് കാക്കാശിന് വിവരമില്ലാത്തവനാ. അതുകൊണ്ട് എഴുന്നേക്കരുത് ദൈവത്തെ ഓർത്ത്. അതുകൊണ്ടാണ് ഇപ്പം എഴുന്നേക്കാത്തല്ലേ. നിങ്ങൾ നേരത്തെ ഇതിനകത്ത് നിന്ന് പോയാനും. ചിലര് എനിക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ നല്ല കള്ളന് പോലീസിനെ കണ്ടാലും അറിയാം, നല്ല പോലീസിനെ കള്ളനെ കണ്ടാലും. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പ്രിയരെ, നാം ചെയ്യേണ്ട കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്, അത് ചെയ്യണം. ഏലിയാവ് ഒരു വലിയ സംഭവം നടക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന, സംഭവം വലുതാ. തീയിറങ്ങണം സ്വർഗത്തിൽ നിന്ന്. മറ്റവർ ഉച്ചവരെ പ്രാർത്ഥിച്ചിട്ടും അനക്കോവില്ല, ആവിയില്ല. ബാലേ ഉത്തരമിടണേ, ബാലേ ഉത്തരം, ബാലേ. ശരിക്കും പറഞ്ഞാൽ ഉച്ചവരെ നാടകവും ബാലയായിരുന്നു. ഭോജനയാഗം കഴിക്കേണ്ട സമയത്ത് ഏലിയാവ് വന്ന് ഒരൊറ്റ പ്രാർത്ഥന. ഒരു വലിയ സംഭവം നടക്കാൻ
ചെറിയ പ്രാർത്ഥന. സംഭവം നടന്നു. കാരണം പറയാം, ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ചാ പ്രാർത്ഥിച്ചത്. ഇടിഞ്ഞു കിടന്ന യഹോവയുടെ ആകവിടം പുതുക്കി പണിതു. 12 കല്ലും വെച്ചു. 12 കല്ല് വെച്ചെന്ന് എടുത്തു പറയാൻ കാര്യം, ഈ സന്ദർഭത്തിൽ രാഷ്ട്രം രണ്ടായിട്ട് നിൽക്കുക. 10 2 ഗ്രൂപ്പ്. ഇപ്പറേ 10 ഗോത്രം യൊരേബിയാമിന്റെ നേതൃത്വത്തിൽ, അപ്പറേ 2 ഗോത്രം യെരുശലേമില്. 10 2 വിഘടിച്ച് നിൽക്കുക. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. അപ്പറേ യൊരേബിയാം, എപ്പറേയും ഗോത്രത്തിന്റെ നെബാത്തിന്റെ മകനാകുന്ന യൊരേബിയാം, ഇപ്പറേ ശലോമോന്റെ മകനാകുന്ന രഹബയാം. ഇവിടെ 2, അവിടെ 10. പക്ഷെ യാഗം കഴിക്കാൻ പ്രവാചകൻ വന്നപ്പോൾ എന്റെ ഭാവനയാ 10 ഗോത്രക്കാര് ചിന്തിച്ച് കാണും. കാരണം പുള്ളി ഇസ്രായേലിലെ പ്രവാചകനാ. അപ്പൊ അവര് ചിന്തിച്ച് കാണും, പുള്ളി 10 കല്ലേ വെക്കുള്ളൂ, നമ്മുടെ ആളാ. അപ്പുറത്തെ 2 ഗോത്രക്കാര് പറഞ്ഞ് പുള്ളി 10 തൊടത്തില്ല. കാരണം പുള്ളി ഇവിടെ അല്ലേ യെരുശലേം ദേവാലയം, 2 വെക്കുള്ളൂ. പക്ഷെ ഏലിയാവ് 10 2 12 കല്ലും വെച്ചു. കാരണം പുള്ളി 10കാരുടെ ആളല്ല, 2കാരുടെ ആളല്ല, ദൈവത്തിന്റെ പ്രവാചകനാ. ദൈവത്തിന്റെ പ്രവാചകനാ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഗ്രൂപ്പിസമില്ല. എല്ലാരും ഒരുപോലെ കൊണ്ടുവന്നു. യാഗപീഠം അടുക്കി, യാഗവസ്തുവിനെ കണ്ടിച്ചു, നുറുക്കി, കളയേണ്ടത് കളഞ്ഞു, യാഗപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ചു, അടുക്കി, വെള്ളം കോരി ഒഴിച്ചു. എന്നിട്ടൊരു പ്രാർത്ഥന, ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ച് പ്രാർത്ഥിച്ചു. 38ാമത്തെ വാക്യത്തിൽ ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തീയിറക്കും. ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. യാക്കോബ് ധീരമായി കിടക്കുന്നു. യോസേഫിന് അറിവ് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഉടനെ യോസേഫ് 2 പിള്ളേരുമായിട്ട് അപ്പനെ കാണാൻ ചെന്നു. അതിന് ആത്മീയർത്ഥം പറയാം. അപ്പനെ കാണാൻ പോയപ്പം വെറുതെ പോയില്ല, കൈ 2 പിള്ളേരുണ്ട്. അർത്ഥം എന്നാ? സ്വർഗീയ പിതാവിന്റെ അടുക്കൽ വെറുതെ വരരുത്, കയ്യിൽ എന്തേലും വേണം. ദൈവാലയത്തിലേക്ക് വരുമ്പോൾ വെറും കൈയായിട്ട് വരരുത്, എന്തെങ്കിലുമൊക്കെ വേണം. ഇവിടെ ഇതാ ദൈവാലയത്തെക്കാൾ വലിയവൻ. പാടാൻ വയ്യ, എന്നാലും ഇന്ന് പാട്ട് കുറവാ, നാളെ ഉണ്ട്. റജി പാസ്റ്റർ നാളെ ഒരു 7 മണിക്ക് സമയം താ, നേരത്തെ ഞാൻ വരാം. ഒരു 7 മുതൽ ഒരു 9:30 വരെ. എന്നാലേ നാളത്തെ വിഷയം ഒന്ന് നമുക്ക് വരും കാണും, ദൈവം അനുവദിച്ച. ഇന്നിങ്ങനെ പോട്ടെ. അമ്മ നാളെ വരികയല്ലെന്നാ പറയാൻ തോന്നുന്നു. വരത്തില്ലയോ? നാളെ വരികയല്ലേ? വരുന്നില്ലേ? ദൈവത്തിന് മഹത്വം. പാടാൻ ഒരു പഴയ പാട്ടാണ്. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നീപ്പാ, ഒരു ദേഹി പോലും ഇല്ല ചെല്ലുമോ
വീട്ടിൽ ചെന്ന് ഓടിച്ചു പറയാം. അപ്പൊ അവിടെ ആരോ പറഞ്ഞു കൊടുത്തു, നിന്റെ മകൻ യോസേപ്പ് വരുന്നെന്ന്. ആ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച്, എങ്ങനെയാ മോനെ? അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു. തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ 147 വയസ്സായിട്ട് കിടക്കുക, കണ്ണ് കാണാൻ പാടില്ല, ശരീരമെല്ലാം ചുക്കിച്ചുളഞ്ഞു, കാഴ്ചയൊക്കെ മങ്ങി, ക്ഷീണമാ, 147 ഉണ്ട്, മരിക്കാൻ പോവുക, കിടപ്പ. അങ്ങനെ കിടന്ന അപ്പന്, എൻ്റെ ഭാഷയാ, അപ്പൻ്റെ കാത് ചെന്ന് പറഞ്ഞ്, അപ്പച്ച യോസേപ്പും പിള്ളേരും വരുന്നെന്ന്. അടുത്ത വാക്യം, അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ ചാടി എണീറ്റു. 147 വയസ്സുള്ള അപ്പൻ പരസഹായം കൂടാതെ ചാടി എണീറ്റ് ഇങ്ങനെ ഇരുന്നെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇരുന്നു. കാരണം എന്നാ? യോസേപ്പും പിള്ളേരും വരുന്നു. ഇതിനകത്തെ ആത്മീക അർത്ഥം, ക്ഷീണമുണ്ട്, രോഗമുണ്ട്, മരിക്കാൻ പോവുക, പ്രായാധിക്യം കൂടി, ഒത്തിരി അപാകതയുണ്ട്, കണ്ണ് കാണാൻ പാടില്ല. പക്ഷേ യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ ക്ഷീണമെല്ലാം മാറി, തളർച്ചയെല്ലാം മാറി. ആത്മീയാർത്ഥം, നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തു ആമേൻ വേഗം വരുന്നെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ക്ഷീണമെല്ലാം മാറണം, തളർച്ചകളെല്ലാം മാറണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ആശയല്ല യേശുവിൻ്റെ വീണ്ടും വരവാണ്. കർത്താവ് വീണ്ടും വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ, ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. യേശു വരും. യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റു, ഓടിച്ച് മുന്നോട്ട് പോകാം. ഇരുന്നുടനെ യോസേപ്പ് വന്ന ഉടനെ അപ്പനും മോനോട് സംസാരിക്കുന്നത്, തുടക്കത്തിലെ അപ്പൻ പറഞ്ഞതാ, മോനെ സർവശക്തിയുള്ള ദൈവം, തുടക്കത്തിലെ ദൈവകാര്യമാ പറഞ്ഞ്. സംസാരം ആരംഭിച്ചപ്പോഴേ ദൈവിക വിഷയമാ പറഞ്ഞത്. നമ്മൾ പിള്ളേരോടോ മക്കളോടോ അല്ലെ സംസാരിക്കുമ്പോൾ ദൈവകാര്യമാണെന്നോ പറയാൻ? ശാഖാന്തീരത്തും പറഞ്ഞു, എടാ അവർക്ക് വഴി കൊടുക്കരുത്, ഞാൻ ചത്താലും ഒരു കാരണവശാലും അവർക്ക് ഇച്ചിരൂടെ ഇറക്കി കെട്ടിക്കോണം, തൊലയാൻ പോവുക, എന്നാലും ഒപ്പിച്ചേച്ച് പോകുന്നത് മനസ്സിലാകാതെയാണോ? എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ചെല്ലു പറ. പിന്നെ ജോർജ് കുട്ടി, ഞാനിപ്പോൾ ചാകും, ഒരു കാരണവശാലും അവരുമായിട്ട് മിണ്ടുകയോ സഹകരിക്കുകയോ, ഞാൻ ചത്താ പോലും അവരെ, എൻ്റെ ദൈവമേ. ഞാൻ മരണവീടുകളിലൊക്കെ പറയും, യേശുവിൻ്റെ ജീവിതം നമ്മുടെ മാതൃകയാണ്, അവിടുത്തെ മരണവും നമ്മുടെ മാതൃകയാണ്. ഞാനെപ്പോഴും പറയും, എന്തുവാ കർത്താവിൻ്റെ മരണത്തിൻ്റെ മാതൃക? ഒന്ന്, ക്രൂശിൽ കിടക്കുമ്പോഴും ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ. എന്തുവാ മാതൃക? മരിക്കുമ്പോഴും ഒരു വ്യക്തിയെ കൂടെ നേടുക, കണ്ണടയുമ്പോൾ ഒരു വ്യക്തിയെ നേടിക്കോണം. ആശുപത്രിയിലാണ് മരിക്കുന്നെങ്കിൽ ആ വരുന്ന നേഴ്സിനോട് പറയണം, യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞേച്ചേ ജാകാവൂ, അല്ലാതെ മനസ്സിലാകുന്നുണ്ടാവല്ലോ. അവിടെ കടന്ന് അലക്കുകയും പോവുകയോ ഒന്നും ചെയ്യരുത്. ഓടി വായോ ആരോണ്ട് ഞെക്കി പിടിക്കാൻ വരുന്നേ. മരിക്കുന്ന സമയത്തും യേശു മാതൃക കാണിച്ചു. മരിക്കുന്ന സമയത്തും പറഞ്ഞ, ഇന്ന് നീ എന്നോടുകൂടെ. ഒന്നാമത്തെ മാതൃക. രണ്ട്, അമ്മയെ നോക്കി സ്നേഹിച്ച ശിഷ്യനെ നോക്കി വെച്ച് പറഞ്ഞ്, അമ്മ വേണ്ടെന്ന് പറഞ്ഞു. അമ്മ. അടുത്ത വാക്യം, ആ ശിഷ്യൻ അന്ന് മുതൽ അവളെ കൈക്കൊണ്ടു മരിക്കുന്നത് വരെ. മരണത്തിൻ്റെ മാതൃക. മരിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് ഭൗതിക രക്ഷ കൊടുത്തേച്ചാ മരിച്ച്.
8 ഏക്കറും 5 ഏക്കറും 10 ഏക്കറും ഒക്കെ ഇല്ലേ, ചാകുന്നതിന് മുന്നേ വസ്തു ഇല്ലാത്തവർക്ക് ഒരു 5 സെന്റ് കൊടുത്തേച്ച് ചാകണം. ഉമ്മ ഉള്ള ചൂടുവെള്ളവും കുടിച്ച് മെനക്കേട് ഉണ്ടാക്കി വെച്ച് പോവുക. മനസ്സിലായില്ലായിരിക്കും അല്ലയോ? മനസ്സിലായില്ലേ? 1 ഏക്കറും 2 ഏക്കറും വസ്തു ഉള്ളവരൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾക്കൊന്നുമില്ല പാവത്തങ്ങൾ. മരിക്കുന്നതിന് മുന്നേ തന്നെ തീരുമാനം എടുക്കണ്ട. ഭാര്യയും പിള്ളേരെയും വിളിച്ചു പറയണം, കുഞ്ഞുഞ്ഞമ്മേ, നമ്മുടെ സഭയിൽ കൂടി വരുന്ന ആണ്ട് അവർക്ക് വസ്തു ഒന്നുമില്ല, വാടകയ്ക്കാണ്. നമുക്കിപ്പം 2 ഏക്കർ വസ്തു ഉണ്ടല്ലോ, അല്ലേ? 1 ഏക്കറുണ്ട്. നമുക്ക് ആ 1 ഏക്കറിലൊരു 5 മതി, 10 വേണ്ട. ഇനി നെഞ്ചുവേദന വല്ലതും ഉണ്ടായെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം നമ്മുടെ കൂടെ ആരാധിക്കുന്നതല്ലേ. എല്ലാ ആഴ്ചയിലും നമ്മൾ കർത്തമേശ കഴിഞ്ഞ് കൊരവള്ളിക്ക് ഉമ്മ കൊടുക്കാൻ ചെല്ലുന്നതല്ലേ? ഇല്ലേ? ഇവിടെ അല്ല ഉമ്മ, കൊരവള്ളിക്കാ. അല്ല, ഞാൻ ന്യായമായ കാര്യം, നിങ്ങൾ ഇഷ്ടമുണ്ടായി ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാ ആഴ്ചയിലും കാണുന്നതല്ലേ? ആട്ടെ ബ്രദറെ, ആട്ടെ ബ്രദറെ, കണ്ടമാലം കുലുക്കുമല്ലോ. ആട്ടെ സിസ്റ്ററെ, ചാകുന്നതിന് മുന്നേ 1 ഏക്കറും 2 ഏക്കറും ഉള്ളവര് ഒരു ഭൗതിക രക്ഷ കൊടുക്കണ്ടേ? നിങ്ങളിപ്പം ചെയ്യുന്നേ സമയം പോകുന്നുമില്ല, പുള്ളിയോട്ട് സമയം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നിർത്തിയേക്കാം. യേശുവിൻ്റെ മരണത്തിൻ്റെ മാതൃക. മരിക്കുന്നതിന് മുന്നേ ഒരു വ്യക്തിയെ നേടി, നമുക്ക് മാതൃകയാണ്. മരിക്കുന്നതിന് മുന്നേ അമ്മയ്ക്ക് സംരക്ഷണം കൊടുത്തു. 3, അവിടെ കിടന്നോടഞ്ഞ് പിതാവേ ക്ഷമിക്കണം. മരിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾക്ക് ക്രമീകരണപ്പെടുത്തി ക്ഷമ ചോദിച്ചോണം. എപ്പോഴാ മരിക്കുന്നതെന്ന് അറിയത്തില്ല. ഏത് സമയത്തും മരണം പിടികൂടും. അതുകൊണ്ട് ക്ഷമിക്കണം. മരിക്കുമ്പോഴും ക്ഷമിക്കാത്ത എത്ര എണ്ണമുണ്ട്. സ്വന്തം ചേട്ടനും അനിയനും, ഒരാൾ സഭയുടെ സെക്രട്ടറി, ഒരാൾ പള്ളിയിലെ കൈകാരൻ, 2 പേരുടെയും കയ്യിൽ ഈ 66 വേറെ പുസ്തകം. മിണ്ടുകയല്ല. 2 പേര് ഈ പുസ്തകമായിട്ടാ. ഒരാൾ അങ്ങോട്ട് ഓടുന്നു, ഒരു പുള്ളി 7:30 പോകും, അവർക്ക് 7:30, മറ്റേ പുള്ളിക്ക് 10. അതിലൊരാൾ മരിച്ചു. അടുത്തടുത്ത വീടാ. ഒരാൾ മരിച്ചപ്പോൾ ഭാര്യയും പിള്ളേർ എൻ്റെ അച്ചായോന്ന് അലച്ചപ്പോൾ അപ്പറേ മനസ്സിലായി ചേട്ടൻ. അന്നേരം അനിയൻ ഡ്രസ്സ് മാറിപ്പോയി വേറെ സ്ഥലത്ത്. 2-3 ദിവസം കഴിഞ്ഞാ വന്നേ. നിന്നാൽ അങ്ങോട്ട് കയറണ്ടേ, കാണണ്ടേ? 2 പേരും പള്ളിയിലെ മെയിൻ ആൾക്കാരാ. 2 പേരുടെയും കയ്യിൽ പുസ്തകമാണ്. 2 പേർക്കും പാട്ടും അറിയാം. ഒരാൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഒരാൾ മുട്ടേ നിന്നുകൊണ്ട്. എന്നെ എല്ലാവർക്കും ഞാനൊരു ദൃഷ്ടാന്തം കാണിച്ചെന്നല്ലേ ഉള്ളു. ക്ഷമിക്കണേ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പകയൊന്നും വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. തെറ്റവരുടെ ഭാഗത്തായിരിക്കും, അതെ, പക്ഷെ നീ ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം പറയാം ദൈവസന്നിധിയിൽ, ഇത് പറയാൻ എനിക്ക് നല്ല പ്രാഗൽഭ്യമാണ്. ഈ വിഷയങ്ങളൊക്കെ പറയാൻ എനിക്ക് നല്ല പ്രാഗൽഭ്യമാണ്. അതെ, പ്രാഗൽഭ്യമുള്ളത് കൊണ്ടാണ് ഇത് പറയാൻ.
ക്ഷമിക്കണം. സകല മനുഷ്യനെ ഞാൻ വെല്ലുവിളിച്ചാ ചോദിക്കുന്നത്. ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാതുണ്ടെങ്കിൽ നിങ്ങൾ പറ, അവൻ്റെ കാല് പിടിക്കാൻ ഞാൻ ഇന്ന് രാത്രി പോയി. ഇന്ന് രാത്രി ദൈവസന്നിധി പറയല്ലേ. ക്ഷമിക്കണം. പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. വിശദീകരണമൊന്നും തരത്തില്ല. എനിക്കെതിരെ ദോഷം പറഞ്ഞവരും പ്രവർത്തിച്ചവരും ചിന്തിച്ചവരും യത്നിച്ചവരും ഒത്തിരി ഒത്തിരി ഒത്തിരി, ഒന്നും രണ്ടും അല്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്നവർക്ക് കൈ കൊടുക്കും, വിശേഷം ചോദിക്കും. ഈ വണ്ടിയിലും കയറ്റി ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, നാളെയും ചെയ്യും. അത് നല്ല മനസ്സോടാ ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ ചിലർ ചോദിക്കും, ഇതെങ്ങനെ ഒക്കുന്നെന്ന്. നമ്മുടെ കഴിവല്ല, ഇതിനാ ദൈവകൃപ. ഇതെങ്ങനെ നേടിയെടുക്കും? ഇത് ഈ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇതൊക്കെ നേടിയെടുക്കണം. നമ്മൾ ഭരിക്കുന്ന ഉപവാസ പ്രാർത്ഥന എന്ന് വെച്ചാൽ വിസ അടിക്കാൻ, കല്യാണം നടക്കാൻ, പേർഷ്യ പോകാൻ, അമേരിക്ക പോകാൻ, അഡ്മിഷൻ കിട്ടാൻ, അതിനൊന്നും അല്ല. ഇങ്ങനെയുള്ള മനസ്സും സ്വഭാവവും ആർജിച്ചെടുക്കാനാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇത് ലഭിച്ചു കഴിയുമ്പോൾ ബാക്കിയെല്ലാം പുള്ളി തന്നോളും. ക്ഷമിക്കണം. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ലൈവൊക്കെ ഉള്ളതല്ലേ. എല്ലാം പൊതുവെ പറഞ്ഞാൽ ചിലർക്ക് അത് പിന്നെ വലിയ പ്രയാസമായിട്ട് വരും. വേണ്ട. നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കണം. ജീവിതമേ, നിങ്ങളുമൊക്കെ അങ്ങനെ. ഞാൻ വളരെ പ്രാഗൽഭ്യം, നിങ്ങൾ അന്വേഷിക്കതേ സഹോദരന്മാരൊക്കെ ഉള്ളതല്ലേ. ഞങ്ങളുടെ വീട് ഇപ്പം ആർക്കും വരാം, എല്ലാ മുറിയിലും കയറാം. എല്ലാ മുറിയിലും. നിങ്ങളിപ്പോൾ ചിന്തിക്കുക അതൊന്നും അത്ര നല്ല നടപടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയല്ല. എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് അവരോടൊക്കെ ചോദിച്ചു നോക്കും. ഇന്ന് ഞാൻ വീട്ടിൽ ചിലരുണ്ട്, ഒരു പ്രായമുള്ള അമ്മയൊക്കെ ഒഴിപ്പുണ്ട്. എന്നും 8-10 പേര് കാണും, എന്നും കാണും. അത് സന്തോഷമാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ വീട്ടിൽ വരുമ്പം ആരുടെയും കുറ്റവും കുറവൊന്നും പറയരുത്. അവരങ്ങനെ ഇവർ മിണ്ട് എങ്ങാനും ഞാൻ അറിഞ്ഞാൽ, ഞാൻ മോശമാ പറഞ്ഞത്, എന്നാലും അന്നേരത്ത് ഞാനങ്ങനെ അറിഞ്ഞു കാലെ പിടിച്ചൊരു ഏറെറിയുമെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ പറയാനൊക്കത്തില്ല. ഇവിടെ വന്നാൽ സ്വോത്രം പറഞ്ഞോണം, പാട്ട്, പ്രാർത്ഥന, ഇതൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ആഹാരം അടുക്കളയിലുണ്ടെങ്കിൽ കയറി ചെന്നെടുത്ത് കഴിച്ചോണം. അയ്യോ പാസ്റ്ററുടെ അമ്മാമ്മ തന്നില്ല, അല്ലെ പാസ്റ്റർ തന്നില്ല, അല്ലെ അവിടെ നിന്ന് സഹോദരി തന്നില്ല, ഇവിടെ മിണ്ടരുത്. ഈ അടുക്കളയിൽ, ഈ വീട്ടിലെ ഭക്ഷണ സാധനം എവിടെ ഇരുന്നാലും വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് അന്നേരം കഴിച്ചോണം. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, കഴിച്ചോണം. പിന്നെ ആവതുണ്ടെങ്കിൽ കഴിക്കുന്ന പാത്രം ഒന്ന് കഴുകി വെക്കാൻ ആവതുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും വിഷയമൊന്നുമില്ല. നിങ്ങൾ ഒന്ന് വന്ന് അന്വേഷിക്കുക. എല്ലാവരും പറയുന്നത് ചുമ്മാതാണോ? നിങ്ങളെ കണ്ടപ്പം കോലഞ്ചേരി വന്നപ്പോൾ പുള്ളി ഇളകി കേട്ടോ. പിന്നെ എന്തിനാ ഞാൻ ഇളകുന്നത്? കണ്ടവരോടൊക്കെ ചോദിച്ചു നോക്ക്, വീട്ടിലെങ്ങനെയാണ്. ഗേറ്റ് പൂട്ടുകയല്ല, ഗേറ്റ് പൂട്ടത്തില്ല. ആ വണ്ടിയും കിടക്കും, വേറൊരു വണ്ടിയുണ്ട് ചർച്ചിൻ്റെ വിശ്വാസികളെ, അവിടെ കിടക്കും, പൂട്ടുകയല്ല, പൂട്ടത്തില്ല. ഇനിയിപ്പോൾ ഈ പട്ടിയുടെ ശല്യമുള്ളതുകൊണ്ടൊന്ന് ചാരി ഇടും. വന്നം പിടിച്ച പട്ടിയെല്ലാം പെട്ടെന്ന് കയറി വരുന്നതിന് ചാരി. നിങ്ങൾ ഏതെങ്കിലും ഒരു രാത്രി അവിടെ വാ,
ഗേറ്റ് തുറന്നകത്ത് കയറാം. ചിലർ കാണിക്കുന്ന കാട്ടായ ഗേറ്റ് പൂട്ടി, വണ്ടി പൂട്ടി, പിന്നെ ആ കാർ പോർച്ചിൽ ഒരു ഇരുമ്പിൻ്റെ ഇങ്ങനെ വെച്ച് വളച്ച് അതിനകത്തോട് തുടലിട്ട്, പിന്നെ ഇവൻ്റെ കാലയിൽ ഇവൻ്റെ പണ്ടേ ഇടേണ്ടതാ. എടാ, നിന്റെ വീട്ടിൽ ദൈവം ദൂതനെ ഇറക്കി നിർത്തും. ദൂതനെ നിർത്തും. അഥവാ ഒരുത്തൻ അവിടെ മോഷ്ടിക്കാൻ വന്നാൽ അവന്റെ ബുദ്ധി മറിച്ച് വേറെ റൂട്ടിൽ ദൈവം കൊണ്ടുപോകും. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇത് ദൈവം തന്ന വണ്ടിയാ, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെച്ചാൽ പോരാ. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ആരെയും കയറ്റണം. നമ്മൾ പോകുന്ന വഴിക്കാ. സ്തോത്രം. ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കാം ഗിഫ്റ്റ് ഓഫ് ഗോഡ്, പുറകെ എഴുതി വെച്ചിരിക്കാം ജീസസ് കമ്മിങ്. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഇതൊക്കെ സംസാരിക്കാൻ നല്ല പ്രാഗൽഭ്യമുണ്ട്. ചുമ്മാ സ്റ്റേജിൽ കയറുമ്പം തകർത്തേച്ച് പോയാൽ പോരാ. നല്ല സിസ്റ്റം, നല്ല പാട്ടുകാർ പ്രസംഗിക്കുമ്പോഴും, ഇപ്പോഴത്തെ ഉണ്ടല്ലോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉടനെ അവൻ ഇങ്ങനെ ഇതെല്ലാം കൂടെ ഇതിന് പ്രാന്തായതിനല്ല. അത് പാട്ട് പാടുമ്പോൾ ഉപയോഗിച്ചാൽ പോരെ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അനക്കണോ? പ്രാർത്ഥിക്കുമ്പോൾ ഇത് അനക്കണോ? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാം, നാളെ ഇനി വന്നേര്. സ്റ്റേജിൽ കയറുമ്പോൾ പ്രസംഗിച്ചാൽ പോരാ. ഇത് 7 പോയിന്റ് ഉണ്ട്. അതിന്റെ ഗ്രീക്ക് ഇതാണ്, ഇതിന്റെ ഹീബ്രു ഇതാണ്. നല്ലതാക്കി ഗ്രീക്കും ഹീബ്രുവും. ചിലർ മുഴുവൻ ഗ്രീക്കാ, ചിരിക്കുന്നത് വരെ ഗ്രീക്കില്ല. പുള്ളി നല്ല ഗ്രീക്ക് ചിരി, മുഴുവൻ ഗ്രീക്കല്ലേ. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും കരുതുകയും ആദരിക്കുകയും. ഇവിടെ ഞങ്ങളൊരു മരണ വീട്ടോട്ട് പോവാ. അപ്പം മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് കുറേ പോകണം. അപ്പം വണ്ടി അവിടെ വന്നപ്പം ഒരു അച്ചായനും അമ്മാമ്മയും അവിടെ നിൽക്കുന്നു. അവരാ മരണ വീട്ടിലോട്ടാണെന്ന് എനിക്ക് പിടികിട്ടി. അപ്പം ഞാൻ വണ്ടി അങ്ങോട്ട് പോവല്ലേ, അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോകണം മരണ വീട്ടിലോട്ട്. ചെറിയ വഴി, വണ്ടിയൊന്നും പോകുന്നതല്ല. എന്ന് പറഞ്ഞാൽ ബസ്സൊന്നുമില്ല, ഓട്ടോയോ സ്കൂട്ടറോ കാറോ പോകുന്ന വഴിയാണ്. ഇവർക്ക് എനിക്ക് പരിചയമില്ല. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു വണ്ടി നിർത്താൻ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്? മരണ വീട്ടിലോട്ടാണ്. കയറാൻ പറഞ്ഞു. ഈ വണ്ടിയല്ല കയറി. രസം കേട്ടോണം. കയറി ഇരുന്ന് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പം ഈ സ്ത്രീ ഉടനെ പറയുക, ഏതായാലും പ്രസംഗിക്കുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ എന്നാ അമ്മാമ? അല്ല, പാസ്റ്റർ ഇന്നാൾ പ്രസംഗിച്ചു യോഗവക്കത്തിനൊക്കെ പോകുമ്പം അങ്ങോട്ടൊക്കെ വലിയൊരു വണ്ടി, അവരെയും കൂടെ വണ്ടിയെ കയറ്റണം. അത് ഞാൻ എന്നേലും ഒന്ന് ചോദിക്കണമെന്ന് ഓർത്തിരുന്നതാ. ഇന്നിപ്പം സൂക്ഷം വന്നപ്പം ഞങ്ങൾ നിൽക്കുന്നു, പാസ്റ്റർ ഉടനെ നിർത്തി കയറ്റി. ഇപ്പം എനിക്ക് മനസ്സിലായി, പ്രസംഗിച്ചതുപോലെ തന്നെ ഇതെങ്ങാനും ചെയ്തില്ലായിരുന്നെങ്കിൽ നാളെ ഞാൻ ലൈവിനടിയിൽ എഴുതിയായിരുന്നു. ഈ തള്ള പറയുക, നാളെ ഞാൻ ലൈവിനടി. ഇതൊന്നും ഉദ്ദേശിച്ചല്ല കയറ്റിയത്. പ്രിയരെ, നിങ്ങളിപ്പോൾ ചിന്തിക്കരുത്, അയ്യോ പുള്ളി ഇതുപോലൊരു പരിശുദ്ധൻ കോലഞ്ചേരി വന്ന് ചാടിയിട്ടുണ്ട് വൈകിട്ട് 6:30. അങ്ങനൊന്നും ധരിക്കണ്ട. എൻ്റെ ജീവിതത്തിലും പോരായ്മയുണ്ട്, കുറവുകളുണ്ട്, അപാകതകളുണ്ട്. 9 ആയോ? എത്രയായി? 9:30 ആയോ? ഞാനും നിർത്തുക. നിർത്തുക. അന്നപ്പൊക്കോ.
കാണിച്ചു കൊടുക്കണം.